പ്രിയമുള്ളവരെ, ബാഡ്ജ് നിർബന്ധമായും ധരിക്കണം. ആരെങ്കിലും കീശയിലിട്ടിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് കാണണം. പ്രിയമുള്ളവരെ, പരിപാടി തുടങ്ങാൻ പോവുകയാണ്. വിഷയാവതരണം 2 അരമണിക്കൂർ കഴിഞ്ഞു. ഇനി 2 മണിക്കൂർ 10 മിനിറ്റ് വീതം ഇടവിട്ട് 2 കൂട്ടരും സംസാരിക്കുകയോ ചോദ്യം ചോദിക്കുകയോ ഉത്തരം പറയുകയോ ആവാം. അങ്ങനെ ഉച്ചക്ക് ഭക്ഷണത്തിന് പിരിഞ്ഞാൽ ഭക്ഷണത്തിന് ശേഷം 2 മിനിറ്റ് ചോദ്യം, 5 മിനിറ്റ് ഉത്തരം എന്ന രീതിയിൽ 5 അവസരം ഓരോ കക്ഷികൾക്കും ഉണ്ടായിരിക്കുന്നതാണ്. അതോടുകൂടി നമ്മുടെ പരിപാടി അവസാനിക്കും. ഇനി 2 മണിക്കൂർ 10 മിനിറ്റ് വീതം ചോദ്യം ചോദിക്കുകയോ ഉത്തരം പറയുകയോ എന്തുമാവാം. 30 മിനിറ്റ് മാത്രം ഓരോ കക്ഷികൾക്ക് അനുവദിച്ചുകൊണ്ട് 2 മണിക്കൂർ പരിപാടി തുടരുന്നതാണ്. ഇനി പരിപാടി തുടരാൻ വേണ്ടി മുജാഹിദ് പക്ഷത്തെ ക്ഷണിക്കും. നമ്മൾ നേരത്തെ വിഷയത്തിന്റെ മർമ്മം സൂചിപ്പിച്ചിരുന്നു. ഇബാദത്താണ് വിഷയം. അതിൽ തർക്കമില്ലാത്ത മേഖലകളെ സംബന്ധിച്ച് വളരെ വിശദമായ സംസാരം നടന്നത് നിങ്ങൾ കേട്ടു. നമ്മുടെ പ്രശ്നം അതൊന്നുമല്ല. വിഷയത്തിന്റെ മർമ്മം മനസ്സിലാക്കുകയും ഒരു മുസ്ലിമിന്റെ പ്രായോഗികമായ ജീവിതം അത് നമ്മുടെ മനസ്സിൽ വരികയും ചെയ്യണം. ഒരു മുസ്ലിം എങ്ങനെ മുസ്ലിമായി ജീവിക്കാം, മുസ്ലിമായി മരിക്കാം, ഇതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. അല്ലാതെ അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായി പറയുകയല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ അർത്ഥമാണ് ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. അവിടുത്തെ ഇബാദത്തിന്റെ അർത്ഥമാണ് നമ്മുടെ വിവക്ഷ. ആ അർത്ഥത്തിലാണ് തർക്കം. ആ വിഷയത്തിൽ വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഞാൻ ഉദ്ധരിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും ശ്രദ്ധയിൽപ്പെടുത്തി. മൗദൂദി സാഹിബ് അതിന് നൽകിയ വ്യാഖ്യാനവും അതിന് കൂട്ടായി ചേർത്ത് വെച്ചു. ആ ഭാഗത്തെ സംബന്ധിച്ച് ഒരു പരാമർശവും നടത്താതെ അവിതർക്കിതമായ വിഷയമേഖലയിലേക്ക് സംസാരം കൊണ്ടുപോയതിനെ സംബന്ധിച്ചുള്ള പരിഭവം സൂചിപ്പിക്കുകയാണ്. ആളുകൾക്ക് കാര്യം മനസ്സിലാകണമല്ലോ. നമ്മുടെ വിഷയം ഇതാണ്, അള്ളാഹുവിനുള്ള ഇബാദത്ത്. ആ ഇബാദത്തിനെ സംബന്ധിച്ച് അത് ഖുദൂഅ്, ദുല്ല്, ഇസ്തിഖാനത്ത്, ഖുനൂഅ്, തദല്ലുല്, ഇങ്ങനെ വിനയത്തിന്റെ, വിനീതത്വത്തിന്റെ, പതിത്വത്തിന്റെ, അങ്ങനെ എല്ലാ സൂചിപ്പിക്കപ്പെട്ട ഗുണങ്ങളും ആ ഇബാദത്തിലുണ്ട് എന്നതിൽ തർക്കമേ ഇല്ല. വിഷയം അല്ലാഹു അല്ലാത്തവരെ അനുസരിച്ചാൽ അത് ശിർക്കാകുമോ ഇല്ലേ എന്നതാണ്. ഇനി അള്ളാഹു കൽപ്പിക്കാത്ത കാര്യത്തിൽ തന്നെ ആയിക്കോട്ടെ, അള്ളാഹു നിരോധിച്ച സംഗതിയിൽ തന്നെ ആയിക്കോട്ടെ, അള്ളാഹു നിരോധിച്ച ഒരു കാര്യത്തിൽ ഒരാൾ മറ്റൊരാളെ അനുസരിച്ചു, ശിർക്കാകുമോ? മൗദൂദി സാഹിബ് പറഞ്ഞത് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്നതിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നതിന്റെ വിരുദ്ധ നിലപാടാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇബാദത്തിന് ഇവിടെ 3 അർത്ഥവും ഉദ്ദേശിക്കപ്പെടുന്നുണ്ട്. അടിമവേല, അനുസരണം, ആരാധന. അനുസരണം എന്നതിനെ സംബന്ധിച്ചുള്ള ഭാഷാ ചർച്ചയിൽ അത് സൂചിപ്പിക്കുന്നതിന് നിഘണ്ടുക്കൾ ഉദ്ധരിച്ചു. അടിമത്തം എന്നതിന് എന്തേ നിഘണ്ടുക്കൾ ഉദ്ധരിക്കാതെ പോയത്? ഉദ്ധരിക്കണ്ടേ? ഉബൂദിയത്ത് എന്നതിന്റെ ചർച്ചയിൽ നിഘണ്ടു ഉദ്ധരിച്ച് ഇബാദത്ത് എന്ന പദത്തിന് അടിമത്തം എന്ന അർത്ഥമുണ്ട്, അടിമവേല എന്ന അർത്ഥമുണ്ട്, അടിമവൃത്തി എന്ന അർത്ഥമുണ്ട് എന്നല്ലേ സൂചിപ്പിക്കേണ്ടിയിരുന്നതും പറയേണ്ടിയിരുന്നതും? അത് പറഞ്ഞില്ല. അങ്ങനെ ഒരർത്ഥം ഇല്ലാത്തത് കൊണ്ടാ പറയാൻ പറ്റാതെ പോയത്. ഇല്ല, നിഘണ്ടുക്കൾ ഉദ്ധരിച്ചുകൊണ്ട്, ഭാഷാകൃതികൾ ഉദ്ധരിച്ചുകൊണ്ട് ഇബാദത്ത് എന്ന വാക്കിന് അടിമത്തം എന്ന അർത്ഥം സമർത്ഥിക്കുക സാധ്യമേ അല്ല. പിന്നെ അഖ്സ്വാ ഖുദൂഅ് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു. സയ്യിദ് റഷീദ് റിളയെ കോട്ട് ചെയ്തതിനെ സംബന്ധിച്ച്, അദ്ദേഹത്തെ ഉദ്ധരിച്ചതിനെ സംബന്ധിച്ച് ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. അദ്ദേഹം ഒരിക്കലും ഈ സംഗതി പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഞാൻ നേർക്കുനേരെ നിങ്ങളെ കേൾപ്പിക്കാം. തർക്കമില്ലാത്ത വിഷയങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിഷയം ഇവിടെ ചർച്ചയ്ക്ക് വെക്കപ്പെടേണ്ടത് പോലുമല്ല. അദ്ദേഹം പറഞ്ഞത് മാഹിയൽ ഇബാദ യഖൂലൂന ഹിയ ത്വാഅത്തു ഗായത്തുൽ ഖുദൂഅ് വമാ കുല്ലു ഇബാറത്തിൻ തുമസ്സിലു അൽ-മഅന തമാമ التمثيل فتجليه للافهام واضحا لا يقبل التأويل فكثيرا ما يفسرون الشيء ببعض لوازمه ويعرفون الحقيقة برسومها بل يكتفون أحيانا بتعريف اللفظ ويبينون الكلمة بما يقرب من معناها ومن ذلك هذه العبارة التي شرحوا بها معنى العبادة
ഇബാദത്ത് എന്ന അറബി പദം വ്യാഖ്യാനിക്കുന്നതിന് ആളുകൾ ഉപയോഗിക്കുന്നത് അതിന്റെ ചില ലക്ഷണങ്ങളോ അതിന്റെ സ്വഭാവ വിശേഷണങ്ങളോ മാത്രം എടുത്തുകൊണ്ടാണ്. വാസ്തവത്തിൽ അതാണോ യഥാർത്ഥത്തിൽ ഇബാദത്തിന്റെ താല്പര്യം? وإننا إذا تتبعنا آية القرآن وأساليب اللغة واستعمال العرب لعبد وما يماثلها ويقاربها في المعنى كخلع وخنع وأطاع وذل نجد أنه لا شيء من هذه الألفاظ يضاهي عبد. ഏതൊക്കെ വാക്കുകളുണ്ട്? റഷീദ് റിളയുടെ തന്നെ വാക്കുകളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഖന എന്നോ ഖല എന്നോ ദല്ല എന്നോ അതുപോലെ ഏതർത്ഥം പ്രയോഗിക്കട്ടെ, അതൊരിക്കലും അബദ എന്ന പദത്തിന് സമാനമോ തുല്യമോ അല്ല, ആവില്ല. റഷീദ് റിള പറയുന്നു, ആവില്ല. വയഖഉ മൗഖിഅഹ, ഇബാദത്ത് എന്ന പദത്തിന് പകരം വെക്കാനും സാധ്യമല്ല. ഇനി നോക്കൂ നിങ്ങൾ, യഗ്ലുൽ ആശിഖു ഫീ തഅലീമി മഅശൂഖിഹി വൽ ഖുദൂഇ ലഹു ഖുലുബൻ കബീറ ഹത്താ യഫ്നാ ഹവാഹു ഫീ ഹവാഹു ഫീ ഹത്താ يفنى هواه في هواه وتذوب إرادته في إرادته ومع ذلك لا يسمى خضوعه هذا عبادة بالحقيقة. ويبالغ كثير من الناس في تعليم الرؤساء. ചിലർ കാമുകിമാരെ വല്ലാതെ അങ്ങ് സ്നേഹിച്ചു കളയും, ചിലർ നേതാക്കളെ ഒരുപാട് അങ്ങ് ആദരിച്ചു കളയും. വൽ മുലൂകി വൽ ഉമറ, രാജാക്കന്മാരെയും ഭരണാധികാരികളെയും ഒക്കെ അങ്ങനെ ആദരിച്ചു എന്നിരിക്കും. ഫതറാ ഫീ ഖുളൂഇഹിം ലഹും വതഹയ്യീഹിം മർലാതഹും മാ ലാ തറാഹു മിനൽ മുതഹന്നിസീന അൽ ഖാനിതീൻ ദഅ സായിറ അൽ ആബിദീൻ വലം യകുനിൽ അറബ് യുസമ്മൂന ശൈഅൻ മിൻ ഹാദൽ ഖുദൂ. രാജാക്കന്മാരോടോ കാമുകിയോടോ ഭരണാധികാരികളോടോ നേതാക്കളോടോ ചിലർ പുലർത്തിപ്പോരുന്ന ഇത്തരം ആദരവിനോ വിനയത്തിനോ ഒരിക്കലും ഇബാദത്ത് എന്ന പദം അറബികൾ പറയാറില്ല, പ്രയോഗിക്കാറില്ല. ഫമാ ഹിയൽ ഇബാദത്തു ഇദൻ, പിന്നെ എന്താണത്? തദുല്ലുൽ അസാലീബ് സ്വഹീഹത്തൻ تدل الأساليب الصحيحة والاستعمال العربي الصراح على أن العبادة ضرب من الخضوع بالغ حد النهاية ناشئ عن استشعار القلب عظمة للمعبود لا يعرفه من سأها. നോക്കണം നിങ്ങൾ, ഒരു നിലയ്ക്കും ഇബാദത്ത് എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ ബാലിഗുൻ ഹദ്ദൻ നിഹായ, അങ്ങേയറ്റമെത്തുന്ന ഒരു വിനയമാണ്. അതൊരിക്കലും മനസ്സ് ആരാധിക്കപ്പെടുന്ന ഇബാദത്ത് ചെയ്യപ്പെടുന്നവന്റെ മഹത്വം അംഗീകരിച്ച് മനസ്സ് അത് സ്വീകരിക്കുന്നതിൽ നിന്ന് മാത്രം ഉത്ഭൂതമാകുന്ന ഒരവസ്ഥാവിശേഷവും ഒരു പ്രകടനവുമാണത്. അതാണ് ഇബാദത്ത്. അതിന് മാത്രമേ ഇബാദത്ത് എന്ന് പറയൂ എന്ന് വളരെ കൃത്യമായി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തർക്കമില്ലാത്ത വിഷയങ്ങളെ സംബന്ധിച്ചല്ല, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു, നിന്നെ മാത്രം ഞങ്ങൾ അനുസരിക്കുന്നു, നിനക്ക് മാത്രം അടിമവേല ചെയ്യുന്നു എന്നുകൂടി അവിടെ അർത്ഥം പറയാൻ പറ്റുമോ എന്നതാണ് പ്രശ്നം. അതാണ് മർമ്മത്തിന്റെ വിഷയത്തിന്റെ മർമ്മം, അതാണ് കാതൽ, അതാണ് അല്ലേ. അല്ലാതെ വേറെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയങ്ങളെ സംബന്ധിച്ച് പറയുക എന്നതല്ല. പിന്നെ നിരുപാധികമായ അനുസരണം, മൗദൂദി സാഹിബ് നിരുപാധികമായ അനുസരണം എന്ന് പറഞ്ഞില്ലല്ലോ. അനുസരണം എന്നല്ലേ അദ്ദേഹം അവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇയ്യാക നഅ്ബുദുവിന്റെ വ്യാഖ്യാനത്തിൽ മൗദൂദി സാഹിബ് മുസ്ലിം ലോകം കാഫിറാകണോ മുശ്രിക്കാകുമോ എന്നിങ്ങനെയുള്ള തർക്ക പ്രശ്നത്തിലാണ് നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത്. അവിടെ മൗദൂദി സാഹിബ് ഒരിക്കലും നിരുപാധികം എന്ന വിശേഷണം പറഞ്ഞിട്ടേ ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്ന വിശദീകരിച്ചിട്ടില്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ? അലാ വ ഇന്ന ശൈത്താന ഖദ് ഐസ് അൻ യുഅബദ ഫീ ബലദികും ഹാദാ വലാകിന്നഹു റളിയ ബി അൻ യുതാ ഫീമാ ദൂനഹു മിമ്മാ തഹ്തഖിറൂന മിൻ അഅമാലികും. തീർച്ചയായും ഈ രാജ്യത്ത് ഇബാദത്ത് ചെയ്യപ്പെടുന്നതിനെ സംബന്ധിച്ച് പിശാച് നിരാശനായിരിക്കുന്നു. വലാകിന്നഹു റളിയ ബി അൻ യുതാ, ഇതാഅത്ത് ചെയ്യപ്പെടുന്നതിനെ സംബന്ധിച്ച് അവൻ പൊരുത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇതാഅത്ത് എനിക്ക് കിട്ടുമല്ലോ, ഇബാദത്തല്ലേ കിട്ടാതെ പോവുകയുള്ളൂ. അപ്പൊ ഇബാദത്ത് വേറെ, ഇതാഅത്ത് വേറെ. ഇബാദത്ത് വേറെ, ഇതാഅത്ത് വേറെ. ഇത് ഹദീസിൽ നിന്ന് വളരെ വ്യക്തമാണ്. അങ്ങനെ ആരാ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാണിത്. നേരത്തെ ഇബാദത്തിന്റെ പ്രാർത്ഥന എന്ന അംശം അനിവാര്യമാക്കി പറഞ്ഞ, അതിന് ആയത്ത് ഓതി മുസ്ലിം ലോകത്തെ പഠിപ്പിച്ച അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതാണ് ഇബാദത്ത് വേറെയായിട്ടും ഇതാഅത്ത് വേറെയായിട്ടും. അപ്പോൾ അള്ളാഹു അല്ലാത്തവരെ കാര്യകാരണ ബന്ധത്തിനപ്പുറം ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമൊക്കെ ഇബാദത്താണ്, അത് ശിർക്കാണ്. അത് അള്ളാഹുവിൽ പങ്കുചേർക്കലും അതുവഴി ശിർക്കിന് കാരണവുമാണ്, നരകപ്രവേശത്തിന് കാരണവുമാണ്. നേരെ മറിച്ച് അനുസരിക്കുന്നതോ, ഇനി തെറ്റായ കാര്യത്തിൽ തന്നെ അനുസരിച്ച് പോകുന്നത് ശിർക്കാണോ? അടിമവേല ചെയ്യുന്നതോ? മുസ്ലിങ്ങൾ സ്വഹാബികളായ മുസ്ലിങ്ങളായ ആളുകൾ മുസ്ലിങ്ങളായ സ്വഹാബിമാരുടെ തന്നെ അടിമകളായിരുന്നതോ? അത് ശിർക്കായിരുന്നുവോ? അപ്പൊ ഭൗതികമായ അടിമത്തത്തെ സംബന്ധിച്ച്, ഭൗതികമായ അനുസരണത്തെ സംബന്ധിച്ച്, ഒരുപക്ഷെ തെറ്റായ കാര്യങ്ങളിലെ അനുസരണത്തെ സംബന്ധിച്ച് തന്നെ അത് ശിർക്കാണെന്ന വാദം മൗദൂദി സാഹിബ് മുന്നോട്ട് വെച്ചത് ന്യായമാണോ?
സൂറത്തുൽ ഫാത്തിഹയിലെ ഒന്നാമത്തെ സൂറത്തിലെ ഈ പ്രധാനപ്പെട്ട ആയത്തിന് തൗഹീദിന്റെ നിർണായകമായ ഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഈ ഭാഗത്തിന് മൗദൂദി സാഹിബ് കൊടുത്ത വ്യാഖ്യാനം ന്യായമാണോ? പിന്നെ മതസ്തഅബത്തുമുന്നാസ് ഫഖദ് വലദത്തുഹും ഉമ്മഹാത്തുഹും അഹ്റാറ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എപ്പോഴാണ്, എന്തിനാണെന്ന് കൂടി പരിശോധിക്കണം. അടിമത്തം എന്ന അർത്ഥമാണ് ഇബാദത്ത് എന്ന പദത്തിന് ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയിരുന്നത് എന്നല്ലേ പറഞ്ഞത്? അല്ല, അങ്ങനെ ആര് പറഞ്ഞു? അത് നമ്മുടെ സ്വയം വ്യാഖ്യാനമാണ്. എപ്പോഴാ നിങ്ങൾ അടിമകളെ പോലെ ആളുകളെ കാണാൻ തുടങ്ങിയത്? അവരുടെ ഉമ്മമാർ, മാതാക്കൾ അവർക്ക് ജന്മം നൽകുമ്പോൾ അവർ സ്വതന്ത്രരായിരുന്നല്ലോ എന്ന് പറഞ്ഞത് ഒരാൾ അടിമയാക്കിയപ്പോഴല്ല. കയ്യിലിരുന്ന ചാട്ടവാറ് കൊണ്ട് അംറുബിൻ ആസിന്റെ മകൻ അബ്ദുല്ലാഹിബിൻ അംറുബിൻ ആസ് അനാവശ്യമായും അകാരണമായും ഒരാളെ തല്ലിയപ്പോ പറഞ്ഞതാണത്. അത് അടിമയാക്കല. ഒരാളെ തല്ലുമ്പഴക്കും ഇബാദത്തിന്റെ അർത്ഥം മാറ്റി പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു എന്നോ, ഇബാദത്തിന്റെ അർത്ഥം ഇങ്ങനെയാണ് എന്ന് ധരിച്ചുവെന്നോ? എന്തിനാണ് ഈ വിധത്തിൽ വ്യാഖ്യാനിക്കാൻ മുതിരുന്നത്? ചുരുക്കത്തിൽ ഭാഷയിൽ പോലും, ഭാഷ വരണ സാങ്കേതികമായിട്ടിരിക്കട്ടെ മതപരമായിട്ട് വരട്ടെ, ഭാഷയിൽ പോലും ഇബാദത്ത് എന്ന പദത്തിന് അടിമത്തം എന്ന അർത്ഥമേ ഇല്ല. അതിന് റിഖ് എന്ന പദം പ്രയോഗിക്കും. നോക്കൂ നിങ്ങൾ, അബുദ അടിമയായി, അടിമയായി അബുദ ലാസിമാണ്. ലാസിം എന്ന് പറഞ്ഞ അകർമ്മക ക്രിയ. അബദയോ അബദ മുത്തഅദ്ദിയായിട്ടല്ലാതെ പ്രയോഗിക്കാറില്ല. എന്താ മുത്തഅദ്ദി? കർമ്മമുള്ള ക്രിയ, സകർമ്മക ക്രിയ. ഉബൂദിയത്ത് എന്ന ക്രിയാനാമത്തിന് പ്രത്യേകതയുണ്ട്. അബദ യഅബുദു ഇബാദത്തൻ വ ഉബൂദത്തൻ വ ഉബൂദിയത്തൻ വ മഅബദൻ വ മഅബദത്തൻ. ഉബൂദിയത്ത് അബദ എന്ന ക്രിയയുടെ ക്രിയാനാമമായി പ്രയോഗിക്കുമ്പോൾ ആരാധന എന്നാണ് അർത്ഥം. നേരെ മറിച്ച് അബുദ, അബുദ യഅബുദു അടിമയായി എന്ന അർത്ഥം. അത് അകർമ്മകമാണ്. അബുദ യഅബുദു ഉബൂദത്തൻ വ ഉബൂദിയത്തൻ. ഉബൂദത്തൻ അടിമയാകൽ, ഉബൂദിയത്ത് അടിമയാകൽ എന്ന് തന്നെ. അപ്പോ ഉബൂദിയത്ത് എന്ന വാക്കെടുത്ത് പ്രയോഗിക്കുമ്പോൾ ഏതർത്ഥത്തിലാണ് ഇത് പ്രയോഗിച്ചത് എന്ന് വ്യക്തമാക്കണം. ഇബാദത്ത് എന്നതിൽ അബദ എന്ന സകർമ്മ മുത്തഅദ്ദി ക്രിയയുടെ ക്രിയാനാമം സൂചിപ്പിച്ചിടത്ത് ഇബാദത്തല്ലാതെ സൂചിപ്പിച്ചിട്ടില്ല. അവിടെ സൂചിപ്പിച്ച ഉബൂദിയത്തിന് ഈ അർത്ഥമുട്ടില്ലതാനും. തർക്കമുള്ള വിഷയങ്ങളിലേക്ക് വരണം എന്നപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. പിന്നെ ഞാൻ എൻ്റെ വിഷയം അവതരിപ്പിക്കുമ്പോൾ മറുപക്ഷത്തെ ഖണ്ഡിക്കാനല്ല ഞാൻ എൻ്റെ സമയം ഉപയോഗിച്ചിട്ടുള്ളത്. എനിക്ക് പറയേണ്ടത് എന്താണ് അത് പറയുന്ന രീതിയാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ വശത്തേക്ക് ഞാൻ കടന്നിട്ടില്ല. പിന്നെ അബുദ എന്ന അകർമ്മകവും അബദ എന്ന സകർമ്മകവും, തിന്നുക, തീറ്റുക എന്ന മലയാള പദം, തിന്നു എന്നത് ഒരു പ്രയോഗമാണെങ്കിൽ, അല്ലെങ്കിൽ നടന്നു, തിന്നു എന്ന് പറയുമ്പോൾ ഞാൻ അത് സകർമ്മകാണെന്ന് പറയാം. നടന്നു, നടത്തുക. നടന്നു എന്ന് പറയുന്ന നടത്തം എന്ന സംഗതി നടത്തിച്ചു എന്ന് പറയുന്നതിൽ ഒഴിവായി പോവോ? അബുദ എന്നതിലെ ഉബൂദിയ്യത്ത് അടിമത്വം എന്ന സംഗതി അബദ എന്ന സകർമ്മക ക്രിയയിൽ ഒഴിവായി പോകും എന്ന് ഏത് ഭാഷാ പണ്ഡിതനാണ്, അല്ലെങ്കിൽ ഏത് മുഫസ്സിറാണ്, ഏത് മുഹദ്ദിദാണ് പറഞ്ഞിട്ടുള്ളത്? കാരണം അബുദയിൽ ഉബൂദിയ്യത്തുണ്ട്, ഉബൂദത്തുണ്ട്. ഈ രണ്ട് പ്രയോഗവും അബദ എന്നതിലെ മസ്തറിലും കാണാവുന്നതാണ്. അതിൽ കൂടുതലായി ഇബാദത്ത് എന്ന പദവും കൂടി അതിലുണ്ട് എന്നുള്ളതാണ് വ്യത്യാസം. അതുകൊണ്ടാണ് ഇബാദത്ത് എന്ന പദത്തിൽ ഉബൂദിയ്യത്തും ഉബൂദത്തും എല്ലാം ഉൾക്കൊള്ളും എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കാമൂസുൽ മുഹീത്ത് ഞാൻ ഉദ്ധരിച്ചു. അബ്ദിയ്യത്ത്, അബ്ദിയ്യത്ത് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അടിമയാവൽ എന്നാണ് അതിനർത്ഥം. ഉബൂദിയ്യത്ത്, ഉബൂദത്ത്, ഇബാദത്ത്, ഈ 4 പദങ്ങൾക്കും അത്താഅത്തു എന്നാണ് അർത്ഥമെന്നാണ് കാമൂസുൽ മുഹീത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇബാദത്ത് എന്നതിൽ ഉബൂദിയ്യത്തില്ല എന്ന് പറഞ്ഞാൽ അത് ഭാഷാപ്രയോഗത്തിന് വിരുദ്ധമാണ്, ഖുർആനിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് വിരുദ്ധമാണ്. പിന്നെ ഇന്ന ശൈത്താന ഖദ് അയിസ മിൻ അൻ യുഅബദ ഫീ ജസീറത്തിൽ അറബ് വലാകിൻ സതകൂനു ലഹു താഅത്തുൻ ഫീമാ തഹഖിറൂൻ എന്നതിൽ താഅത്ത് എന്ന പദം പ്രയോഗിച്ചു എന്നതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം. ശരിയാണ്, പിശാച് ഇവിടെ നിരാശപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. പൂർണാർത്ഥത്തിൽ എന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ജസീറത്തുൽ അറബിൽ മേലിൽ ഈ ഏർപ്പാട് നടക്കാൻ പോകില്ല. പക്ഷേ എനിക്ക് എന്നാലും ഞാൻ പറയുന്ന ചില സംഗതികളെങ്കിലും ഒരു അനുസരിക്കുമല്ലോ എന്ന ഒരു സമാധാനത്തിലാണ് ഇവിടെ പിശാച്ചുള്ളത്. ഇവിടെ താഅത്ത് എന്നത് പിശാച്ചിനെ അനുസരിച്ചാൽ ശിർക്ക് ആവുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ? ഈ ഇബാദത്ത് എന്നതിന്റെ അർത്ഥകൽപ്പനയിൽ താഅത്ത് എന്ന പദം വരികയില്ല
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇബാദത്തിന്റെ അർത്ഥകൽപ്പനയിൽപ്പെട്ട ഒരു സംഗതി, അതിൽ പിശാച് ഇവിടെ സംതൃപ്തനാണ്. പിശാചിനത് മതി. എങ്ങനെയെങ്കിലും മനുഷ്യനെ വഴിതെറ്റിക്കണം എന്നതില് പിശാചിന് താല്പര്യമുള്ളൂ. പൂർണ്ണാർത്ഥത്തിൽ നിങ്ങൾ അവൻ പറഞ്ഞ് തീർത്ത് കേൾക്കണം എന്നില്ല. നിങ്ങൾ എങ്ങനെ നരകത്ത് പോയി കിട്ടിയാൽ മതി. അതാണ് പിശാചിന്റെ താല്പര്യം. അതിൽ അവൻ സംതൃപ്തനുമാണ്. പിന്നെ മുസ്ലിം സമൂഹത്തെ കാഫിറാക്കുന്നു, മുശ്രിക്കാക്കുന്നു. നമ്മൾക്ക് എല്ലാവർക്കും ബാധകമല്ലത്? നമ്മൾക്ക് എല്ലാവർക്കും ബാധകമല്ലേ? ഇവിടെ മുസ്ലിം സമൂഹത്തിൽ പിന്നെ ഉള്ള എല്ലാ നെറികേടുകളെയും വിമർശിക്കേണ്ടി വരുമ്പോൾ അത് നിങ്ങൾ അവരെ മുശ്രിക്കാക്കി കാഫിറാക്കി എന്ന് പറഞ്ഞാൽ ഈ ആക്ഷേപത്തിന് എന്ത് അർത്ഥമാണുള്ളത്? നമ്മൾക്കിനി കേരളത്തിൽ എന്നല്ല ലോകത്തെവിടെയെങ്കിലും ഇത്തരം കാര്യങ്ങൾ പറയാൻ കഴിയും? ഒരു സംഗതിയെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ അതിന്റെ മൗലിക തത്വങ്ങളാണ് പറയേണ്ടത്. പ്രായോഗിക രൂപം എങ്ങനെയുള്ളത് വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുദൈബിയ സന്ധിയിൽ നബിക്ക് ഒരിക്കലും സംശയമില്ലല്ലോ ഞാൻ റസൂലാണെന്നുള്ള കാര്യം. പക്ഷെ സുഹൈൽ ഇബ്നു അംർ പറഞ്ഞു മുഹമ്മദ് റസൂലുള്ളാഹി എഴുതാൻ പാടില്ല. നബി എന്തേ പറഞ്ഞത്? അത് എഴുതണ്ടെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം ഞാൻ റസൂലല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തത്വം എന്നത് ഒരു സംഗതിയാണ്, പ്രയോഗവൽക്കരണം എന്നത് മറ്റൊരു സംഗതിയാണ്. അത് രണ്ടും കൂട്ടി വായിക്കാൻ പറ്റൂല. തത്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രയോഗത്തിൽ വരുത്തുമ്പോൾ അവിടെ സാഹചര്യങ്ങൾക്കനുസരിച്ച ചില നീക്കുപോക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുത്തിയിട്ടുണ്ട്. ആ രീതിയിൽ ഏത് കാലത്തും വരുത്തേണ്ടി വരും. ഓരോന്നിനും ഓരോ ക്രമമുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ആരെങ്കിലും അനുസരിച്ചാൽ ശിർക്കാവുമെന്ന് വെച്ചാൽ ശിർക്കാവുന്നതാണ് ഇസ്ലാമിന്റെ അധ്യാപനം. അനുസരിക്കുക, താഅത്ത് എന്ന സംഗതിയെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നതാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. ഖുർആനിൽ ഇസ്ലാമിന്റെ പുറത്ത് ആരെങ്കിലും അനുസരിക്കാൻ അനുവാദം നൽകിയ ഒരായത്തെങ്കിലും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയും? ഇസ്ലാമിന്റെ പുറത്ത് ആരെങ്കിലും അനുസരിക്കാൻ അനുവാദം നൽകുന്ന ഒരൊറ്റ ആയത്ത് വിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് എടുത്തു ധരിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ എന്റെ വാദം പിൻവലിക്കാം. അസ്സലാമു അലൈക്കും. സംസാരത്തിന്റെ മറുപടിയിൽ മൗലവി ആദ്യം തന്നെ പറഞ്ഞത് അബദയുടെ ഭാഷാപരമായ വിശദാംശങ്ങളാണ്. അപ്പോഴും മർമ്മം പിടികിട്ടിയിട്ടില്ലേ എന്നൊരു സംശയം. വിഷയം ഇതാണ്. ഇബാദത്ത് എന്ന പദം അബുദ എന്ന ലാസിമായ ക്രിയയുടെ മസ്ദറായി പ്രയോഗിച്ചിട്ടുണ്ടോ? ഇല്ലേ? ഏതെങ്കിലും ഒരു നിഘണ്ടുവിൽ നിന്നാണ് അത് പറയേണ്ടത്. ഈ ദുനിയാവിലുള്ള മുസ്ലിം ലോകം സമ്മതിച്ചിട്ടുള്ള ഏതെങ്കിലും മുഅ്ജമിൽ നിന്ന് അബുദയുടെ മസ്ദറിൽ ഇബാദത്ത് ഉണ്ടോ എന്നാണ്. ഇബാദത്ത് എന്ന പദത്തിനാണല്ലോ മൗദൂദി സാഹിബ് വളരെ കൃത്യമായും വിശദീകരണം പറഞ്ഞു വരുന്നത്. അതുണ്ടോ? അബുദ എന്നതിന് അബ്ദിയത്ത്, ഉബൂദിയത്ത്, ഉബൂദത്ത് അതൊന്നും തർക്ക വിഷയമേ അല്ല. അടിമയാകൽ എന്നാണ് അവിടെയൊക്കെ അർത്ഥം. അപ്പൊ അടിമയാവുക എന്ന അർത്ഥത്തിൽ ഇബാദത്ത് പ്രയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതൊരു മസ്ദറാണ്, ക്രിയാനാമമാണ്. എങ്കിൽ ആ ക്രിയാധാതു മസ്ദർ, ആ ഇബാദത്ത് എന്ന വാക്ക് അബുദയുടെ മസ്ദറായിട്ട് പ്രയോഗിച്ചിട്ടുണ്ടോ? എങ്കിൽ തർക്കം തന്നെ മിക്കവാറും തീരും എന്നാണ് എനിക്ക് തോന്നുന്നത്. വിഷയം അതല്ല. പ്രയോഗിച്ചിട്ടില്ല, കാണിക്കാനാവില്ല. കാണിക്കാനാകുമെങ്കിൽ അങ്ങനെ ശ്രമിക്കണം എന്നാണ്. പിന്നെ റഷീദിറുള്ളയെ ഉദ്ധരിച്ചപ്പോ റഷീദിറുള്ള പൂർണ്ണമായി ആ വിഷയത്തിലുള്ള ഇബാദത്ത് എന്താണ്, അതൊരു കാമുക ബന്ധത്തിന് പറയില്ല. ഭരണാധികാരിയും പ്രജയും തമ്മിലുള്ള ബന്ധത്തിന് ഇബാദത്ത് പറയില്ല. നേതാക്കളെ നീതർ അനുസരിക്കുന്നതിന് പറയില്ല. അതൊരു നിഹായത്തു തഅലീമാണ്, നിഹായത്തു ദുല്ലാണ്, നിഹായത്തുൽ ഹുബ്ബാണ്. ഇത് സാധാരണ നിലയിൽ അങ്ങേയറ്റത്തെ സ്നേഹവും വിനയവും അടുപ്പവും വിധേയത്വവും ആയതിനാൽ അത് വ്യക്തികൾ തമ്മിൽ ഉണ്ടാകുന്നതല്ല എന്ന് പറഞ്ഞു. ഇനി അഥവാ വ്യക്തികൾ തമ്മിൽ അങ്ങനെ ഒന്ന് ഉണ്ടാകുമോ? അഖ്സാഖായത്തിൽ ഖുദൂഇ വതദല്ലുലായിട്ട് അത് ഇബാദത്താണെങ്കിൽ ആണെന്നതിൽ മുസ്ലിം ലോകത്ത് തർക്കമില്ല. പിന്നെ അതിന് ഉദാഹരണം പറഞ്ഞത് തിന്നു തീറ്റിച്ചു എന്നാണ്. തിന്നു എന്നുള്ളത് മുത്തഅദ്ദിയാണ്, തീറ്റിച്ചു എന്നുള്ളത് മുത്തഅദ്ദിയല്ലേ? ഇത് രണ്ടും മുത്തഅദ്ദിയല്ലേ? അത് ഉദാഹരണമായിട്ട് തന്നെ പറയാൻ പറ്റുമോ? അതെന്താ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ തിന്നു തീറ്റിച്ചു എന്നതിരിക്കട്ടെ, നടന്നു നടത്തി അത് ശരിയാണ്, ലാസിമ മുത്തഅദ്ദി. ഉദാഹരണത്തിന്റെ കാര്യത്തിൽ ആ ഉദാഹരണം ശരിയായി. ഞാൻ പറയുന്നത് വിഷയം മർമ്മപ്രധാനമാണ്. എന്താണത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് മുസ്ലിങ്ങൾ 17 തവണ പറയുന്നുണ്ടല്ലോ. ഉണ്ട്. അതൊരു പ്രതിജ്ഞയല്ലേ? മുസ്ലിമിന്റെ പ്രതിജ്ഞയാണ്. ആ പ്രതിജ്ഞ പ്രകാരം അല്ലാഹുവേ നിന്നെ അല്ലാതെ ഞങ്ങൾ അനുസരിക്കുന്നേയില്ല, അനുസരിക്കാൻ പാടില്ലെന്ന് ഞാൻ സമ്മതിച്ച് പ്രതിജ്ഞ ചെയ്യുന്നു. നിനക്കല്ലാതെ അടിമവൃത്തിയില്ല, അത് പാടില്ലെന്നിതാ ഞാൻ ഈ പ്രതിജ്ഞ പുതുക്കുന്നു എന്ന് പറയുന്നതായിട്ട് മൗദൂദി സാഹിബ് വ്യക്തമായും തഫ്ഹീമുൽ ഖുർആനിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, അതാണ് നമ്മൾ സൂചിപ്പിച്ചത്. പിന്നെ പ്രയോഗത്തിലില്ലാത്ത കാര്യം, പ്രയോഗത്തിലില്ലാത്തത് പറയുന്നതാണല്ലോ പ്രശ്നം. ഇബാദത്ത് എന്നത് അടിമത്തം എന്ന അർത്ഥത്തിൽ ഭാഷയിൽ പ്രയോഗത്തിലില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇതാഅത്തിന് പറഞ്ഞല്ലോ, അതിനെ സംബന്ധിച്ച് നമ്മളൊന്നും പറയുന്നില്ല. നിഘണ്ടു താഅത്തെന്നും ഇതാഅത്തെന്നും പ്രയോഗിച്ചതിനെ സംബന്ധിച്ച് പറഞ്ഞില്ല.
വിഷയം ഇതാണ്. അടിമത്തം എന്ന അർത്ഥത്തിൽ ഇബാദത്ത് എന്ന വാക്ക് പ്രയോഗിച്ചിട്ടുണ്ടോ? അടിമയാവുക എന്നത് അബദയുടെ അർത്ഥമല്ല, അബുദയുടെ അർത്ഥമാണ്. എങ്കിൽ അബുദയുടെ മസ്ദറുകളുടെ കൂട്ടത്തിൽ ഇബാദത്ത് എന്ന വാക്കുണ്ടോ? പിന്നെ ഇസ്ലാമിന് പുറത്ത് ആരെങ്കിലും അനുസരിക്കാൻ ഖുർആൻ നിർദ്ദേശിച്ചതായി കാണിക്കാമോ എന്നാണ്. എന്താ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ, ഇസ്ലാമിന് പുറത്ത് ആരെങ്കിലും അനുസരിക്കാൻ പരിശുദ്ധ ഖുർആൻ നിർദ്ദേശിച്ചതോ അനുവദിച്ചതോ ആയി കാണിക്കാമോ എന്ന്. എന്താണ് ഈ ചോദ്യത്തിന്റെ ബാലിശത? ഈ ചോദ്യം കേൾക്കുമ്പോൾ ഒന്നുകൂടി ആലോചിക്കുക. അങ്ങനെ ഒരു സംഗതിയേ ഇല്ല. എപ്പോഴും അള്ളാഹു, ഇബ്ലീസാണ് അത് കൽപ്പിക്കുന്നത്. ഇബ്ലീസ് അത് കൽപ്പിക്കുന്നത്. അള്ളാഹു കൽപ്പിക്കുന്നത് നല്ലത് മാത്രമാണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബ. അള്ളാഹു എപ്പോഴും അദ്ല്, നന്മ, ഇതൊക്കെയാണ് കൽപ്പിക്കുക. അല്ലാതെ അനുസരണക്കേടിന് കൽപ്പിക്കുന്നതാണ് അള്ളാഹുവും ഖുർആനും ഇസ്ലാമും. എങ്കിൽ പിന്നെ എന്ത് ഇസ്ലാം, എന്ത് ഖുർആൻ, എന്തല്ല? അതല്ല. നമുക്ക് തർക്കമുള്ള വിഷയത്തിലേക്ക് വാ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. മുസ്ലിങ്ങൾ ഇത് പറയുമ്പോ നിന്നെ മാത്രമേ അനുസരിക്കൂ റബ്ബേ എന്ന് മനസ്സിൽ കരുതണമോ? നിനക്ക് മാത്രമേ ഞങ്ങൾ അടിമവേലി ചെയ്യൂ എന്ന് അർത്ഥം ഉള്ളാലെ കരുതണമോ? അങ്ങനെ കരുതുമ്പോൾ മാത്രമേ അവർ മുസ്ലിം ആവുകയുള്ളൂ എന്നുണ്ടോ? അല്ലെങ്കിൽ മുശ്രിക്കാകുമോ, കാഫിറാകുമോ? ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അനിസ്ലാമികമായ ഗവൺമെന്റിനെ അനുസരിക്കുന്നത് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ശിർക്കാണ് എന്ന് മൗദൂദി സാഹിബ് സമർത്ഥിക്കാൻ ശ്രമിച്ചില്ലേ? ഇതാണ് മർമ്മം. അതുവഴി മുസ്ലിം ലോകം മുഴുവൻ അപ്പുറത്തും മൗദൂദി സാഹിബും ജമാഅത്തെ ഇസ്ലാമിയും മാത്രം ഇപ്പുറത്തുമായി നിലകൊള്ളേണ്ട അവസ്ഥ വന്നില്ലേ? അതാണ് വിഷയത്തിന്റെ കാതൽ. ആ വിഷയത്തെ സംബന്ധിച്ചാണ് ഇനിയും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തീർച്ചയായും സൂചിപ്പിക്കേണ്ടത്. പിന്നെ നോക്കൂ നിങ്ങൾ, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈനിലെ ഇബാദത്തിനെ സംബന്ധിച്ച്, ഇബാദത്താണല്ലോ മർമ്മം, അതിന് അടിമത്തം എന്ന അർത്ഥം ഭാഷയിൽ പോലുമില്ല എന്നല്ലേ നമ്മൾ പറഞ്ഞത്. എന്നാൽ ഇബാദത്തിന്, കേട്ടോളൂ നിങ്ങൾ, ഇബാദത്തിന് സമാനമായി ഒരു മലയാള ശബ്ദം തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതിലേറ്റവും ഉചിതമായ പദം ആരാധന തന്നെയാണ്. കാരണം ഇബാദത്തിന്റെ ആശയം ആരാധന എന്നതിനോളം ഉൾക്കൊള്ളാൻ പര്യാപ്തമായ മറ്റൊരു പദം കാണുന്നില്ല. കാണുന്നതല്ലേ പറയാവൂ, കാണുന്നതല്ലേ പറയാൻ പറ്റൂ. ഇതാരാ പറഞ്ഞത്? ഇത് പ്രശ്നവും വീക്ഷണവും. പ്രബോധനം, വീക്കിലീസ്, 1988 സെപ്റ്റംബർ 17. ആരാധനയ്ക്ക് ഇന്നറിയപ്പെടുന്ന പൂജ, സേവ എന്നിവയിൽ കവിഞ്ഞ അർത്ഥതലങ്ങൾ ഉണ്ടെന്നും വിഗ്രഹാരാധനയുടെ വളർച്ചയാൽ അത് ചുരുങ്ങിപ്പോയതാണെന്നും ആധികാരിക ഭാഷാഗ്രന്ഥമായ മലയാളം ലെക്സിക്കനും സർവ്വവിജ്ഞാനകോശവും വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് ആരാധന എന്ന പദത്തിന്റെ വിവക്ഷിതത്തിൽ ഇബാദത്തിന്റെ ആശയം പൂർണ്ണമായി ആരോപിക്കുന്നതിൽ അപാകത ഒന്നുമില്ല. അതുകൊണ്ടാണ് ഉപയോഗിക്കുന്നതെന്നല്ലേ നമ്മളുടെ വാദം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദം അതാണ്. ഇബാദത്തിന് ആരാധന എന്ന് പറയുന്നതിൽ അപാകതയില്ല. അതിനോളം മതിയായ വലിപ്പമുള്ള, അതിനോളം ഇബാദത്തിന്റെ മഹത്വത്തെയും ആശയങ്ങളെയും പ്രതിനിധാനം ചെയ്യാൻ കെൽപ്പുള്ള മലയാള വാക്ക് വേറെ ഇല്ല. അതാണ് നമ്മുടെ വാദം. അതാണ് മുസ്ലിം ലോകത്തിന്റെ, കേരള മുസ്ലിങ്ങളുടെ വാദം. അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോ ഇത് പ്രബോധനം പോലും ഒരു സന്ദർഭത്തിൽ സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ഒന്നുകൂടി പറയണം. അതിന്റെ പേരിൽ ആ ശിർക്കും തൗഹീദുമായി വേർതിരിയുന്നത് ഇത് നമ്മുടെ തൗഹീദിന്റെ പ്രശ്നമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നതിന്റെ പ്രശ്നമാണ്. അല്ലാഹു അല്ലാതെ മഅബൂദില്ല, ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. യഥാർത്ഥത്തിൽ തന്നെ ഇബാദത്ത് ചെയ്യാൻ അർഹതപ്പെട്ടവൻ അല്ലാഹു അല്ലാതെ ഇല്ല. ആ ഇബാദത്ത് എന്താ പ്രശ്നം? അതിന് അല്ലാഹുവിൻ റസൂൽ പറഞ്ഞു, ആയത്തുകൊണ്ട് വിശദീകരിച്ചു. അതിനൊക്കെ പുറമെ മൗദൂദി സാഹിബ് ദുആക്ക് കൊടുത്ത വിശദീകരണവും നമ്മൾ വായിച്ചു കേൾപ്പിച്ചു. നോക്കൂ, തർക്കത്തിലിരിക്കുന്ന അടിമത്തത്തെ പറ്റി മൗലാന മൗദൂദി സാഹിബ് എന്ത് പറയുന്നു ഒന്നുകൂടി നോക്കാം. ഈ അടിമത്തത്തിന്റെ, അഥവാ ഇബാദത്തിൽ പരിഗണിക്കപ്പെടേണ്ട അടിമത്തത്തിന്റെ ലഘുരൂപമാണ് ഭൃത്യനും യജമാനും തമ്മിൽ നാം കാണുന്നത്. പക്ഷേ ഈ അടിമത്തത്തിന്റെ എല്ലാ വശങ്ങളെയും ഉൾക്കൊള്ളുന്ന സമ്പൂർണവും വ്യക്തവുമായ മോഡൽ ഓരോ നാട്ടിലെ ഭരണകൂടങ്ങളോടും പ്രജകൾ പാലിക്കുന്ന അനുസരണമാണ്. ഇബാദത്തിന്റെ വളരെ കൃത്യമായ മോഡൽ ഏതാ? പ്രജകളോട് അനുയായികൾ കാണിക്കുന്ന അനുസരണമാണ്. അപ്പോൾ ഏത് രാഷ്ട്രത്തിന്റെ അതിരുകൾക്കുള്ളിൽ ജീവിക്കുന്നവനും ആ രാഷ്ട്രത്തിന്റെ ഭരണത്തെയും ഭരണ നിയമങ്ങളെയും അനുസരിക്കുന്നു എന്നർത്ഥം ഉണ്ടല്ലോ. ശരിയാണല്ലോ, അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അനുസരിക്കുന്നുണ്ട് ഭരണാധികാരികളെ പ്രജകളും നാട്ടുകാരും ഒക്കെ. ഇങ്ങനെ പറയുന്നതിന് പകരം ഇതേ കാര്യം തന്നെ ദീനിന്റെ സാങ്കേതിക ശബ്ദം ഉപയോഗിച്ച് നാം പറയുകയാണെങ്കിൽ അവൻ, അങ്ങനെ ഭരണാധികാരികളെ അനുസരിക്കുന്ന അവൻ ആ ഭരണകൂടത്തിന് ഇബാദത്ത് ചെയ്യുന്നു എന്നാണ് പറയേണ്ടത്. മഫാഹിം ഇസ്ലാമിയ പേജ് 49-50. അതിന്റെ ഉറുദു മൂലം തഫ്ഹീമാത്ത് വേണ്ടി വന്നാൽ ഇൻഷാ അല്ലാഹ് വായിച്ചു കേൾപ്പിക്കാം. ഉറുദു മൂലം തഫ്ഹീമാത്ത്. അവിടെ മൗദൂദി സാഹിബ് പറഞ്ഞു, ഇത് ഭരണകർത്താവും ഭരണീയരും നേതാവും പ്രജയും തമ്മിലുള്ള ബന്ധത്തിന്റെ പദപ്രയോഗമാണ്. അറബിയിൽ അതിന് പദം പ്രയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇബാദത്ത് എന്ന വാക്ക് തന്നെ വേണം പ്രയോഗിക്കാൻ എന്നാ പറഞ്ഞത്. അതിനെവിടെ തെളിവ്? അതിന് തെളിവ് പറയണം.
അല്ലാതെ ഇല്ലാത്ത കാര്യത്തിനും തർക്കമില്ലാത്ത സംഗതികൾക്കും അള്ളാഹു ഇസ്ലാമിന്റെ പുറത്ത് ആരെങ്കിലും അനുസരിക്കാൻ തെളിവുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണം എന്നൊക്കെ പറയുന്നത് തികച്ചും ബാലിശമാകുന്നു. അങ്ങനെയല്ല. ഈ രീതിയിൽ ഇയ്യാക നഅ്ബുദു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു മുസൽമാന്റെ മുസ്ലിമായ ജീവിതം, ഈമാൻ കൊണ്ടുള്ള മരണം, ഈമാൻ കൊണ്ടുകൊണ്ടുള്ള മരണം, ഇതാണ് നമ്മുടെ മൗലിക പ്രധാനമായ കാര്യം. അതുകൊണ്ട് ആ വിഷയത്തെ സംബന്ധിച്ചും ആ മർമ്മപ്രധാനമായ വിഷയമേഖലയിലേക്കും ചർച്ചയും നമ്മുടെ ചിന്തയും വരണമെന്നും സദസ്സും ഈ വിഷയത്തിന്റെ മർമ്മം ഒരിക്കലും വിട്ടുപോകരുത്. മുസ്ലിങ്ങൾ, ലോക മുസ്ലിങ്ങളും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത ഇത് തന്നെയാണ്. ഇതിന്റെ പേരിലാണ് ബാക്കിയുള്ള എല്ലാ കുഴപ്പങ്ങളും ഉണ്ടായിട്ടുള്ളത് എന്ന് ഞങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ കരുതുന്നു. ഇതാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. തിന്നാ തീറ്റ എന്നുള്ളത് ഞാൻ പിൻവലിച്ച സ്ഥിതിക്ക് അതിവിടെ പിന്നെ ചർച്ചയ്ക്ക് വരേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് മാറ്റി നടത്തിക്കുക എന്നുള്ളതിലേക്ക് വന്നിട്ടുള്ളത്. പിന്നെ അബുദയുടെ മസ്തറിൽ ഇബാദത്തുണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇബാദത്തുണ്ട്. ഞാൻ പറഞ്ഞത് അബുദയുടെയും മസ്തറുകളിൽ ഉബൂദത്ത് എന്ന പദമുണ്ട്. അബദയിൽ ഇബാദത്ത് എന്ന പദവും കൂടി ഉണ്ട്. ഈ ഇബാദത്ത് എന്ന പദത്തിന് ഇങ്ങനെ ഒരു അർത്ഥകൽപ്പനയുണ്ടോ? ഖുർത്തുബിയുടെ ഇബാറത്ത് ഞാൻ വായിച്ചു. അബ്ദിയത്ത് ഉബൂദത്ത് ഇബാദത്ത് എന്നതിന് താഅത്ത് എന്നാണ് അർത്ഥമെന്നും, ഉബൂദിയത്ത് എന്ന് പറഞ്ഞാൽ അൽ ഖുദൂ വദ്ദുൽ എന്നാണ് ഖുർത്തുബി അതിന് അർത്ഥം പറഞ്ഞിട്ടുള്ളത് എന്നും ഞാൻ പറഞ്ഞു. സ്വാഭാവികമായി ഇതിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താ? ഈ ഉബൂദിയത്ത് നേരത്തെ പറഞ്ഞ 4 പദത്തിൽ ഒരു പദമായ ഉബൂദിയത്തിന്റെ അർത്ഥവും താഅത്ത് എന്ന് അർത്ഥം പറഞ്ഞ ഈ ഇതിലാണ് ഉൾക്കൊള്ളുന്ന സംഗതിയാണെന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കാൻ പിന്നെ കഴിയാതെ പോകേണ്ടതില്ല. പിന്നെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. പിന്നെ ഇവിടെ പറഞ്ഞ എല്ലാറ്റിനും മറുപടി പറഞ്ഞാന്ന് ഈ 10 മിനിറ്റിന്റെ സമയത്ത് സാധിക്കണമല്ല. എനിക്ക് മാത്രമല്ല, മറുപക്ഷത്തിനും കഴിയില്ല. അതുകൊണ്ട് നമ്മൾ അത് പറഞ്ഞിട്ട് വെറുതെ സമയം കളയേണ്ടില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിന്റെ അർത്ഥകൽപ്പനയിൽ ഈ 3ഉം പെടുമോ അല്ലേ? ഒരു കാര്യം എനിക്ക് പറയാൻ കഴിയും. ഈ അർത്ഥകൽപ്പനയിൽ 2 എണ്ണം ഞാൻ കണ്ടിട്ടുണ്ട്. 3ാമത്തെ മൗദൂദി പറഞ്ഞത് എനിക്കറിയില്ല. കേരളത്തിലെ മുജാഹിദുകളും ജമാഅത്തുകാരും അടക്കം പറയുന്നത് എനിക്കറിയില്ല. ജമാഅത്ത് ഇസ്ലാമിക്കാരെ പറയുന്നുണ്ട്, പുസ്തകങ്ങളിലും ഒക്കെ ഉണ്ട്. പക്ഷെ ഞാനത് കണ്ടിട്ടില്ല. അത് ഏതാന്ന് വെച്ചാൽ താഅത്ത് അടിമത്വവും അനുസരണവും എന്നുള്ളത് ഇയ്യാക നഅ്ബുദിന്റെ അർത്ഥത്തിലും മറ്റേതിന്റെ അർത്ഥത്തിലും ഒക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആരാധന എന്ന പദത്തിന് അറബി ഭാഷയിൽ പറയാവുന്ന ഒരു പദം എന്താണ്? ഒരു അറബി ഡിക്ഷണറിയിലും ഇങ്ങനെ ഒരു പദം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കാണാത്തത് എന്റെ വിവരക്കേടാണെന്ന് വെച്ചാൽ മതി. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തരാം. മലയാളത്തിൽ ആരാധന എന്ന പദത്തിന് പൂജ എന്നും സേവ എന്നും അർത്ഥമുണ്ട്. ഇത് രണ്ടും ഉൾക്കൊള്ളുന്ന ഒരു പദം ആരാധന എന്നതിന് അറബി ഭാഷയിൽ ഇബാദത്തല്ല. ഇബാദത്ത് നമ്മൾ രണ്ടുകൂടെ തർക്കമുള്ള വിഷയം, അത് പറയാൻ പാടില്ല. ഇതല്ലാത്ത അത്താഅത്തു അൽ ഖുദൂ വദ്ദുൽ എന്നൊക്കെ പൗരാണിക അറബി പണ്ഡിതന്മാർ അർത്ഥം പറഞ്ഞതുപോലെ ആരാധന എന്ന പദത്തിന് പറ്റിയ ഒരു അറബി പദം ഇതിന്റെ അർത്ഥകൽപ്പനയിൽ പൗരാണിക പണ്ഡിതന്മാർ, അത് ഭാഷാകാരന്മാരാവട്ടെ മുഫസ്സിറുകളാവട്ടെ ആരെങ്കിലും പറഞ്ഞിട്ടുള്ളത് കാണിച്ചത്. അതിന് മറുഭാഗത്തു നിന്ന് തന്നെ വേണമെന്നില്ല. എൻ്റെ ജമാഅത്ത് സുഹൃത്തുക്കളോടും എനിക്ക് ആവശ്യപ്പെടാനുള്ളത് തന്നെയാണ്. ഞാൻ അങ്ങനെ ഒരു പദക്കാലം വരെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇനി കാണുന്നു ഇങ്ങോട്ട് പിന്നെ പ്രതീക്ഷയില്ല. കാരണം എനിക്ക് അതിനകത്രം വയസ്സൊക്കെ ആയിരുന്നു. അപ്പൊ അതൊന്ന് കാണിച്ചു തരണം. പിന്നുള്ളത് ഇബാദത്ത് എന്നതിൻ്റെ ഈ ഇയ്യാക നഅ്ബുദുവിന്റെ ലോകത്ത് ഇബാദത്തിന് പലരും പല അർത്ഥങ്ങളും പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ കവാടമാണ് ഫാത്തിഹ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഖുർആനിന്റെ രത്നച്ചുരുക്കമാണ് ഫാത്തിഹ. അതുകൊണ്ട് തന്നെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞ സിറാത്ത് മുസ്തഖീം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആനിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നാണ്. അതുപോലെ ഇബാദത്ത് എന്ന സംഗതി എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് ഖുർആനിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നാണ്. റബ്ബ് എന്ന പദം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സൂറത്തുൽ ഫാത്തിഹ ഒരിക്കലേ പ്രയോഗിച്ചുള്ളൂ. ഈ റബ്ബിന്റെ ആശയം എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് ഖുർആനിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നാണ്. അപ്പൊ ഫാത്തിഹയിൽ പറഞ്ഞ മൊത്തം ഏത് സംഗതി എടുത്താലും അതിന്റെ ഒക്കെ വിശദീകരണങ്ങൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആനാകുന്ന ഈ അമൂല്യ ഗ്രന്ഥത്തിന്റെ ആ ആയങ്ങളിലേക്ക് ആണ്ടിറങ്ങി ചെന്നിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ പരിശോധിക്കുമ്പോൾ അടിമത്വമുണ്ട്. മസീഹ് അള്ളാഹുവിന്റെ അബ്ദാവാൻ നാണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവന്റെ ഇബാദത്തിന് ആരെങ്കിലും ഇസ്തിങ്കാഫ് നാണിക്കുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് അബുദും ഉബൂദിയ്യത്തും
അവിടെ ഒന്നിച്ചു ചേർത്തിരിക്കുകയാണ്. ഇബ്നു തൈമിയ്യ പറഞ്ഞു മൻ കാന അബ്ദൻ ലിഗൈരില്ലാഹി ഫഖദ് കാന മുശ്രിക്കൻ. ഇബാറത്ത് വായിച്ചതിന് കുറച്ച് വ്യത്യാസം ഉണ്ടാവാം, ഓർമ്മയെന്ന് പറഞ്ഞാൽ ഒരാൾ അല്ലാഹു അല്ലാത്തവരെ അബ്ദായാൽ അയാൾ മുശ്രിക്കാണെന്നാണ് ഇബ്നു തൈമിയ്യ പറഞ്ഞത്. വഇദാ കാന അബ്ദൻ ലിഗൈരില്ലാഹി കാന ലാ ബുദ്ദ മുശ്രിക്കൻ. ലാ ബുദ്ദ മുശ്രിക്കൻ, അയാൾ അനിവാര്യമാണ് മുശ്രിക്കായി തീരും എന്നത്. ഇത് ഞാൻ പറഞ്ഞല്ല, ഇബ്നു തൈമിയ്യ പറഞ്ഞതാ. അദ്ദേഹം തന്നെ മറ്റൊരിടത്ത് പറഞ്ഞു ഇൻകാന ഹുനാക അബ്ദ്, അവിടെ അബ്ദുണ്ടെങ്കിൽ ലാ ബുദ്ദ മിൻ മഅബൂദ്, മഅബൂദ് ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ ഈ ഇബാദത്ത്, അബ്ദ്, ഉബൂദിയ്യത്ത് എന്ന പദങ്ങൾ പരസ്പര ബന്ധിതങ്ങളായിട്ടുള്ള ഒരു സംഗതിയാണ്. മറ്റൊന്നിൽ നിന്ന് മാറ്റിയെടുക്കാൻ സാധ്യമല്ല ഉള്ളതാണ്. അതേ അവസരം ഉബൂദിയ്യത്ത് എന്ന ഈ ഫാത്തിഹയിലെ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്നതിന്റെ ആശയത്തിൽ ഖുർആനിന്റെ മൂന്നർത്ഥങ്ങളും പറയണമെന്നുള്ളത് മൗദൂദി സാഹിബ് അത് ഖുർആനിൽ നിന്ന് നിർദ്ധാരണം ചെയ്തിട്ടുള്ളതാണ്. ഇബ്നു തൈമിയ്യ പറഞ്ഞല്ലോ ഇബാദത്ത്, താഅത്ത്, ഇസ്തിഖാമത്ത്, ലുസൂമുൽ സിറാത്ത്, ഈ 4 പദങ്ങൾ വ്യത്യസ്ത നാമങ്ങളാണെങ്കിലും മഖ്സൂദുഹ വാഹിദ്, എല്ലാറ്റിന്റെയും ആശയം ഒന്നാണ്. അപ്പൊ ഖുർആനിൽ നിന്നൊരാശയം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇനി മൗദൂദിക്ക് മുമ്പാരും പറഞ്ഞിട്ടില്ല എന്നാണെങ്കിൽ ഇമാം ഗസാലി ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അദ്ദേഹത്തിന്റെ ഫൈസലു തഫ്രീഖ ബൈനൽ ഇസ്ലാമി വസന്തഖ എന്ന് പറഞ്ഞ കിതാബിന്റെ ആമുഖത്തിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, പിന്നെ പണ്ട് അബുൽ ഹസൻ അശ്ശരി പറഞ്ഞതിന് വിരുദ്ധമായിട്ട് മറ്റാർക്കും പറഞ്ഞുകൂടാ എന്നാണെങ്കിൽ അബൂ മുസൽ അശ്ശരിക്ക് മുമ്പ് മുഅ്തസിലികൾ വന്നിട്ടില്ലേ? ആ മുഅ്തസിലികൾക്കെതിരിൽ എന്തിന് അദ്ദേഹം പറഞ്ഞു? അപ്പൊ മറ്റ് പണ്ടാരോ പറഞ്ഞോ എന്നതല്ല നമ്മളുടെ പ്രശ്നം. പിന്നെ അവിടെ ഇസ്ലാമിന്റെ പുറത്ത് ആരെങ്കിലും അനുസരിക്കാൻ ഖുർആൻ അനുവദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ വങ്കത്തമായി പോയി. എനിക്കറിയില്ല. നമ്മളുടെ പ്രമാണത്തിൽ എഴുതി വെച്ച് തന്നെ ഒന്ന് ഖുർആനാണ്. മുസ്ലിമിന്റെ ഏത് കാര്യത്തിലും അയാൾ വിധി തേണ്ടത് ഖുർആൻ എന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ നിലക്കാണ് ഞാൻ ചോദിച്ചത്, ഖുർആനിൽ ഇസ്ലാമിന്റെ പുറത്ത് ആർക്കെങ്കിലും താഴത്ത് ചെയ്യാൻ അനുവദിച്ചതായിട്ട് എന്തെങ്കിലും ആയത്ത് തെളിയിക്കാൻ കഴിയുമോ എന്നുള്ളത്. അത് വിഷയത്തിൽ നിന്ന് ഒളിച്ചോടലല്ല, വിഷയത്തിലേക്ക് വരികയാണ് ചെയ്യേണ്ടത്. ഖുർആനാണ് ഒന്നാമത്തെ പ്രമാണമെങ്കിൽ ഈ ഖുർആനിൽ നിന്നാണ് ഇസ്ലാമിന്റെ പുറത്ത് ഒരാളെ അനുസരിക്കാൻ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ടെന്ന് ആദ്യമായിട്ട് തെളിയിക്കേണ്ടത്. അസ്സലാമു അലൈക്കും. ഇപ്പൊ വിഷയത്തിലേക്ക് വരുന്നു കുറേശ്ശെ. അത് വേറൊന്നുമല്ല, വിഷയത്തിന്റെ മർമ്മം ഇതാണ്. മൗദൂദി സാഹിബ് ഈ വിഷയത്തിന് നൽകിയ വിശദീകരണം എത്ര കണ്ട് മുസ്ലിം ലോകത്തെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മൗലവി സാഹിബ് ഉന്നയിച്ച ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആദ്യം തന്നെ അങ്ങ് പരിഹരിക്കട്ടെ. അത് അറബി ഭാഷാ നിഘണ്ടുക്കൾ ഇബാദത്തിന് ഏത് അർത്ഥമാണ് കൊടുത്തിട്ടുള്ള അർത്ഥം പറയാമോ എന്നാണ്. പറയാം. ഏറ്റവും ലിസാനുൽ അറബ് ജമാലുദ്ദീൻ ഇബ്നു മൻസൂറിന്റെ അറബ് ലോകത്തെ ഏറ്റവും ആധികാരികമായ ആയത്തിന്റെയും ഹദീസിന്റെയും അറബി കവിതകളുടെയും ഒക്കെ വെളിച്ചത്തിൽ വാക്കുകൾ വിശദീകരിച്ച് പറയാനുള്ള ജമാലുദ്ദീൻ ഇബ്നു മൻസൂറിന്റെ ലിസാനുൽ അറബ് എന്ന വിഖ്യാതമായ കൃതിയുടെ അബദല്ലാഹ യഅ്ബുദുഹു ഇബാദതൻ വമഅബദതൻ വമഅബദൻ തഅല്ലഹ ലഹു, ഇലാഹാക്കി എന്നാണ്. തഅല്ലഹു എന്നും പറയാം. തഅല്ലഹ നോക്കൂ നിങ്ങൾ, അലിഹ യഅ്ലഹു ഇലാഹത്തൻ വഉലൂഹത്തൻ വഉലൂഹിയത്തൻ. അലിഹ യഅ്ലഹു ഇലാഹത്തൻ എന്ന് പറഞ്ഞാൽ അബദ യഅ്ബുദു ഇബാദത്തൻ എന്നതുപോലെ തന്നെ, ഉലൂഹിയത്ത് ഉബൂദിയത്ത് പോലെ തന്നെ അത്ര സമാനമായ പദസാമ്യത്തോടു കൂടിയാണ്, വളരെ കൃത്യമായ പദസാമ്യത്തോടു കൂടിയാണ് നിഘണ്ടുക്കളിൽ അത് പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അൽ ഇബാദത്തു അബദല്ലാഹ യഅ്ബുദുഹു ഇബാദത്തൻ വമഅബദതൻ വമഅബദൻ തഅല്ലഹ ലഹു. ഇതാണ് ഏറ്റവും സുപ്രധാനമായ ഒരു പ്രമാണം. അപ്പോൾ ഇലാഹാക്കുക, തഅല്ലഹ എന്ന് പറഞ്ഞാൽ അതാണല്ലോ ഇലാഹാക്കുക എന്ന അർത്ഥത്തിൽ തന്നെ ആ വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇബാദത്ത് എന്ന വാക്കിന്റെ കാര്യത്തിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ള സംഗതിയും. നമ്മുടെ തർക്കപ്രശ്നം എന്താണ്? തൗഹീദും ശിർക്കുമായി വേർതിരിയുന്ന വിഷയം വരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ. അതാണ് നമ്മുടെ മുമ്പാകെയുള്ള പ്രശ്നം. അത് പറയണം. ഇയ്യാക നഅ്ബുദുവിന്റെ വ്യാഖ്യാനത്തിൽ മൗദൂദി സാഹിബ് ഈ 3 അർത്ഥവും ഒരുപോലെ ബാധകമാണ്. അടിമവൃത്തി, അനുസരണം, ആരാധന, ഈ 3ഉം ഒരുപോലെ ബാധകമാണ്. അല്ലാഹുവേ, നിന്നെ അല്ലാതെ അനുസരിക്കില്ല, നിനക്കല്ലാതെ അടിമവേല ചെയ്യില്ല എന്നിങ്ങനെ മൗദൂദി സാഹിബ് തറപ്പിച്ചും ഉറപ്പിച്ചും പറയുന്നുണ്ടല്ലോ. വീണ്ടും ഉബൂദിയത്തിന്റെ ചർച്ചയും വന്നല്ലോ. അതിനെക്കുറിച്ചൊരു വാക്ക് ഒരിക്കൽ കൂടി പറയുകയാണ്. ഉബൂദിയത്ത് 2ലുണ്ട്. അതെന്താ വീണ്ടും വിഷയത്തിൽ നിന്ന് പോകുന്നത്? ആ ഭാഷാ ചർച്ചയിൽ അബുദ യഅ്ബുദു
ഉബൂദിയത്തുന്നുണ്ട്. അബദയുടെ മസ്ദറായിട്ട് മുത്താദ്ദിയായ സകർമ്മക്രിയയായ അബദയുടെ മസ്ദറായിട്ട് പറയുന്നിടത്തും ഉബൂദിയത്തുണ്ട്. ഇബാദത്ത് അബുദയുടെ മസ്ദറായിട്ടുണ്ടോ ഇല്ലേ എന്നത് സുപ്രധാനമായ ഒരു ചോദ്യമല്ലേ? നമ്മൾ മുസ്ലിങ്ങൾ ഉന്നയിക്കേണ്ട ഒരു വിഷയമല്ലേ? നമ്മുടെ ആലോചനയിൽ അത് വരണ്ടേ? അത് അബദ എന്ന സകർമ്മക്രിയയുടെ മസ്ദറായിട്ടേ ഉള്ളൂ. അടിമയായി, അടിമയാവൽ എന്നിങ്ങനെയൊക്കെ അർത്ഥം പറയാവുന്ന അബുദയുടെ മസ്ദറുകളുടെ കൂട്ടത്തിൽ അതില്ല. അത് അബദയുടെ മസ്ദറുകളുടെ കൂട്ടത്തിലേ ഉള്ളൂ. പിന്നെ ലൻ യസ്തൻകിഫൽ മസീഹു അൻ യകൂന അബ്ദൻ ലില്ലാഹ് വലൽ മലായികത്തുൽ മുഖറബൂൻ വമൻ യസ്തൻകിഫ് അൻ ഇബാദതിഹി വയസ്തക്ബിർ വസയഹ്സുറുഹും ഇലൈഹി ജമീഅ. ഈ ആയത്തിന് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു? ഇവിടെ ഒരടിമ, ഒരബ്ദ്, അള്ളാഹുവിന്റെ ഒരടിമ അള്ളാഹുവിനോട് ചെയ്യേണ്ട ബാധ്യത എന്താണെന്ന് വിശദീകരിക്കുന്നിടത്ത് അള്ളാഹു പറയണം ലൻ യസ്തൻകിഫൽ മസീഹു അൻ യകൂന അബ്ദൻ ലില്ലാഹ്. മസീഹ് അള്ളാഹുവിന്റെ അബ്ദാകാൻ മടിക്കുന്നവനോ അഹങ്കരിക്കുന്നവനോ അല്ല. മിശിഹായെ കുറിച്ച് ദൈവപുത്രനാണെന്ന് വാദിക്കുന്ന ക്രൈസ്തവർക്ക് മറുപടി പറയുകയാണ് ഖുർആൻ. ലൻ യസ്തൻകിഫൽ മസീഹു അൻ യകൂന അബ്ദൻ ലില്ലാഹ്. അള്ളാഹുവിന്റെ ദാസനായിരിക്കാൻ മിശിഹാക്ക്, ഈസാ നബിക്ക് വല്ല മടിയുണ്ടായിട്ട് വേണ്ടേ? അങ്ങനെ ഒരു മടിയില്ല. വമൻ യസ്തൻകിഫ് അൻ ഇബാദതിഹി. ആ അബ്ദ് ചെയ്യേണ്ട ജോലി എന്താണെന്നാണ് അവിടെ പറഞ്ഞത് അള്ളാഹു. അബ്ദ് ചെയ്യേണ്ട ജോലി എന്താ? ഇബാദത്ത്. അബ്ദ് ചെയ്യേണ്ട പണി എന്താ? അവന്റെ മഅബൂദിനോട്, അബ്ദ് അവന്റെ റബ്ബിനോട്, അബ്ദ് അവന്റെ ഇലാഹിനോട് ചെയ്യേണ്ട കടമ എന്താണ്? ഇബാദത്ത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. അതാണ് ഇബാദത്ത്. ആ ഇബാദത്തിന് ആരെങ്കിലും അഹങ്കരിച്ചങ്ങ് പറ്റില്ല എന്ന മട്ടിൽ മാറി നിന്നാൽ അവരെ ഒക്കെ നാം കൊണ്ടുവരും പരലോകത്ത് എന്നാണ് താക്കീത്, ആയത്തിന്റെ അവസാന ഭാഗം. അപ്പോ അവിടെ ഒന്നുമില്ല. അവിടെ അബ്ദ് എന്ന് പ്രയോഗിച്ചത് കൊണ്ട് ഇവിടെ ഇബാദത്ത് എന്ന വാക്കിന് അടിമത്തം എന്നാണോ പ്രയോഗം? എങ്കിൽ മുസ്ലിം ലോകത്ത് അതാരാ പറഞ്ഞത്? അവിടെ ഇബാദത്തിന് അടിമത്തം എന്ന അർത്ഥം പറഞ്ഞത് ആരാണ്? നിങ്ങൾ കേട്ടോ, ഞാൻ പറഞ്ഞത് എന്റെ വിഷയാവതരണ സന്ദർഭത്തിൽ ഞാൻ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. ഇത് നിഘണ്ടുക്കൾ ഉദ്ധരിച്ച് നിങ്ങൾ എങ്ങനെ പറയാൻ ധൈര്യപ്പെടുന്നു എന്നാണ് നമുക്കുള്ള സംശയം. കാരണം ഈ നിഘണ്ടുക്കളിൽ സുപ്രധാനമായവയൊക്കെ വിരചിതമായ കാലഘട്ടത്തെ തന്നെ മൗദൂദി സാഹിബ് അറിവില്ലായ്മ കൊണ്ട് നിരാകരിച്ചില്ലേ? അറിവില്ലായ്മ കൊണ്ട് മൗദൂദി സാഹിബ് നിരാകരിച്ചില്ലേ? അദ്ദേഹം പറഞ്ഞെന്താ? ഖുർആന്റെ അവതരണ വേളയിൽ സുഗ്രാഹ്യമായിരുന്ന ഈ പദങ്ങൾ, ഏതാ പദം എന്നറിയോ? ഇലാഹ്, റബ്ബ്, ഇബാദത്ത്, ദീൻ എന്നീ ചതുർപദങ്ങൾ, അതിന്റെ മൗലികാശയങ്ങൾ പിൽക്കാല നൂറ്റാണ്ടുകളിൽ ക്രമേണ മാറിക്കൊണ്ടിരുന്നു. എത്രത്തോളം എന്നാൽ പ്രസ്തുത പദങ്ങൾക്ക് അവയുടെ വിശാലമായ അർത്ഥം നഷ്ടപ്പെടുകയും അങ്ങേയറ്റം പരിമിതവും അവ്യക്തവുമായ ആശയങ്ങളിൽ അവ ഒതുങ്ങിപ്പോവുകയും ചെയ്തു. കളങ്കമറ്റ അറബി ഭാഷാസ്വാദനത്തിൽ സംഭവിച്ച അപജയമായിരുന്നു അതിനൊരു കാരണം. ഖുർആന്റെ അവതരണ വേളയിൽ അനിസ്ലാമിക സമൂഹത്തിൽ ഇലാഹ്, റബ്ബ്, ഇബാദത്ത്, ദീൻ എന്നീ പദങ്ങൾക്ക് പ്രചാരത്തിലുണ്ടായിരുന്ന അർത്ഥങ്ങൾ പിന്നീട് ഇസ്ലാമിക സമൂഹത്തിൽ ജനിച്ചു വളർന്നവരെ സംബന്ധിച്ചിടത്തോളം അവശേഷിച്ചിരുന്നില്ല എന്ന് പോലും പറയുമ്പോൾ, അങ്ങനെ നോക്കൂ നിങ്ങൾ, സഹാബികളുടെ കാലഘട്ടം പിന്നിട്ടതിന് ശേഷം ഇതിന്റെ ശരിയായ അർത്ഥം ആർക്കും മനസ്സിലായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അതാണ് അബുൽ ഹസൻ അലി നദ്വിയെ പോലെയുള്ള ലോകം കണ്ട മഹാന്മാരായ പണ്ഡിതന്മാർ മൗദൂദി സാഹിബിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ച ഭാഗം. എന്താ അത്? ലോകത്തുള്ള ഈ മദ്ഹബിന്റെ അയിമ്മത്ത്, ഒരുപാട് അൽ അയിമ്മത്തുൽ ഇലാം ലിൽ മദാഹിബിൽ അർബഅ വഗൈരിഹ, ഒരുപാട് മദ്ഹബുകളുടെ അതിപ്രഗത്ഭരായ ഇമാമുമാർ, ലോകം കണ്ട അതിപ്രശസ്തരായ പണ്ഡിതന്മാർ, അവർക്കൊന്നും ഇതിന്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഇബാദത്തിന്റെയും ഇലാഹിന്റെയും റബ്ബിന്റെയും ദീനിന്റെയും ഒക്കെ അർത്ഥം മനസ്സിലാകാതെ ആ കാലഘട്ടങ്ങളിൽ ആളുകൾ മുസ്ലിമായി ജീവിച്ചിട്ട് തന്നെ ഉണ്ടാവില്ലല്ലോ. അപ്പം ഇത്രയും നൂറ്റാണ്ടുകളിൽ മുസ്ലിങ്ങൾ ഉണ്ടായില്ല എന്ന് പറയലല്ലേ നല്ലത്? അതിന്റെ അർത്ഥം തന്നെ അവ്യക്തമായിരുന്നു, അർത്ഥം തന്നെ അർത്ഥബോധം അവശേഷിച്ചിരുന്നില്ല എന്നൊക്കെ ആരോപിക്കുന്നതിനേക്കാൾ പിന്നെ ഇബാദത്ത് എന്ന വാക്കിന് നേരത്തെ മൗലവി സാഹിബ് പറഞ്ഞു, ഇബാദത്ത് എന്ന വാക്കിന് 2 വാക്ക് മാത്രമാണ് ഞാൻ കണ്ടത്. അത് തന്നെ നമ്മുടെ പ്രശ്നം. ആ കണ്ട വാക്കിന് പുറമെ മൂന്നാമതൊരർത്ഥം ഉണ്ടെന്ന് മൗദൂദി സാഹിബ് സമർത്ഥിക്കാൻ ശ്രമിച്ചല്ലോ. അതിന്റെ തെളിവ് പറയണം. അത് ജമാഅത്തെ ഇസ്ലാമി അവരുടെ എല്ലാ കൃതികളിലും, ഗ്രന്ഥങ്ങളിലും, പ്രസംഗങ്ങളിലും, അവരുടെ എല്ലാ സെമിനാറുകളിലും, പഠനവേദികളിലും വിശദീകരിച്ച് പറയാറുള്ളതല്ലേ? ആ വിശദീകരിച്ച് പറയാറുള്ള സംഗതി ജമാഅത്തെ ഇസ്ലാമിക്ക് ആർക്കും ഹൽക്ക, അവരുമായിട്ടാണല്ലോ നമ്മുടെ ഈ ആശയ ആരോഗ്യകരമായ വൈജ്ഞാനിക സംവാദം. അതുകൊണ്ട് പറയണം, മൂന്നാമത്തെ അർത്ഥം ഉണ്ടോ? ഉണ്ടെങ്കിൽ നിഘണ്ടുവേത് അത് ഉദ്ധരിക്കണം. അടിമത്തം എന്ന അർത്ഥം പറഞ്ഞിട്ടുണ്ടോ? ആ അടിമത്തം എന്ന പറയാത്ത അർത്ഥം, നിഘണ്ടുക്കളിൽ ഇല്ലാത്ത അർത്ഥം കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ആർക്കും ജ്ഞാതമായിരുന്നില്ല, അറിയാമായിരുന്നില്ലെന്ന് മൗദൂദി സാഹിബ് ആരോപിച്ച അർത്ഥമാണ് ഇസ്ലാം മതം റിസാല ദീനിയാത്തില് അതിന്റെ മലയാള പരിഭാഷ ഇസ്ലാം മതത്തിന്റെ 141 പേജ് തുടങ്ങണ തന്നെ ഇബാദത്തിന്റെ അർത്ഥം അടിമവേല എന്നാകുന്നു എന്നാ. അപ്പൊ ഇല്ലാത്ത അർത്ഥവും
ചർച്ചക്കും ചിന്തക്കും വരാത്ത അർത്ഥമാണ് മൗദൂദി സാഹിബ് ആദ്യം തന്നെ പറഞ്ഞു വെച്ചത്. പിന്നെ അതിന്റെ തുടർച്ചയായിട്ട് മാത്രമാണ് ബാക്കി കാര്യങ്ങൾ പറഞ്ഞത്. പിന്നെ തഅല്ലഹ ഞാൻ ഉദ്ധരിച്ചു, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. അബദ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? തഅല്ലഹ. അബദ എന്ന വാക്കിൽ അലിഹ യഅലഹു ഇലാഹത്ത്, ഉലൂഹത്ത്, ഉലൂഹിയത്ത് എന്നിങ്ങനെയൊക്കെ മസ്ദർ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് വളരെ വ്യക്തമല്ലേ ഇബാദത്ത് എന്ന് പറയുന്നത് എന്താണ്? ആരാധന എന്നാണ്. ഇനി ആരാധന എന്ന് ഞങ്ങൾ ഇങ്ങനെ നാഴികക്ക് 40 വട്ടം പറയുമ്പോൾ അത് ശരിയാണോ എന്ന സംശയം സ്വാഭാവികമാണെങ്കിലും പറയട്ടെ, പ്രബോധനക്കാരന് സംശയമില്ലല്ലോ. പ്രബോധനം വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. അങ്ങനെ ഒരർത്ഥം മലയാളത്തിൽ സമാനമായി പറയണം എന്ന് സാധ്യമുണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ല ഉചിതമായ അർത്ഥം ആരാധന എന്ന് തന്നെയാണ് എന്ന് വളരെ കൃത്യമായിട്ട് പ്രബോധനത്തിൽ വന്നത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തില്ലേ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ കാര്യം തീർച്ചയായിട്ടും പറയേണ്ടത്. വിഷയം എന്താണെന്നറിയോ? വിഷയത്തിലേക്ക് ഒന്നുകൂടി ഞാൻ ശ്രദ്ധ ക്ഷണിക്കുന്നു. അനിസ്ലാമിക ഭരണകൂടത്തെ അനുസരിക്കുന്നത് ശിർക്കാണ്. അത് അനിസ്ലാമിക ഭരണകൂടത്തിനുള്ള അടിമവൃത്തിക്ക് തുല്യമാണ്. അത് ഭരണാധികാരിയും പ്രജയും തമ്മിലുള്ള ബന്ധമാണ് ഇബാദത്ത് കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് എന്നൊക്കെ മൗദൂദി സാഹിബ് പറഞ്ഞോ ഇല്ലേ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇവിടുത്തെ ഭരണാധികാരിക്കോ മന്ത്രിക്കോ ഇവിടുത്തെ രാഷ്ട്രപതിക്കോ ഇവിടുത്തെ ഏതെങ്കിലും നേതാവിനോ പ്രജകൾ എന്ന നിലയിലോ അനുയായികൾ എന്ന അർത്ഥത്തിലോ അനുസരിക്കുന്നത് ശിർക്കാണ് എന്നല്ലേ? അത് മുസ്ലിം ലോകത്ത് ആര് പറഞ്ഞു? അതിന് ഖുർആനിലെ ആയത്ത് കൊണ്ട് എന്ത് തെളിവ്? ഹദീസ് കൊണ്ട് എന്ത് തെളിവ്? നിഘണ്ടുക്കൾ കൊണ്ട് അടിമത്തം എന്ന അർത്ഥത്തിന് എന്ത് തെളിവ്? ഇതാണ് നമ്മുടെ മുമ്പിൽ വരുന്ന വിഷയം. അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. പിന്നെ ഇതിന്റെ വിശദാംശങ്ങളിൽ ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഭാഗങ്ങൾ അള്ളാഹു അനുഗ്രഹിച്ചാൽ പെടുത്തുന്നതുമാണ്. ഞാനിവിടെ ഇബാദത്തിന്റെ ഇയ്യാക നഅ്ബുദുവിന്റെ 3 അർത്ഥം മൗദൂദിക്ക് മുമ്പാറോ പറഞ്ഞോളൂ എന്ന് ചോദിച്ചപ്പോൾ അതിൽ 2 അർത്ഥം ഞാൻ കണ്ടിട്ടുണ്ട്, ബാക്കി ഒരർത്ഥം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പിന്നെ എന്റെ മറുപക്ഷത്തോട് മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരോടുകൂടി ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു അർത്ഥം പറയാൻ പാടുണ്ടോ അല്ല എനിക്കല്ല. ഞാൻ അങ്ങനെ ഒരു വാക്ക് കണ്ടിട്ടില്ല. അങ്ങനെ ഒരു വാക്ക് നിങ്ങൾ ആരെങ്കിലും കണ്ടാൽ അതൊന്ന് കാണിച്ചു തരണം എന്നൊരു വിവരം അന്വേഷിച്ചതാണ്. അതുണ്ടെങ്കിൽ അത് പറയാമായിരുന്നു. പിന്നുള്ളത് തഅല്ലുഹ്, ഇലാഹ് എന്ന് പറഞ്ഞാൽ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ തഅല്ലഹ എന്നാണ് അർത്ഥം. അപ്പൊ ഇലാഹ് എന്നതിന്റെ അർത്ഥം എന്താ? ഇലാഹ് എന്നതിന്റെ അർത്ഥം എന്താണ്? ഇലാഹ് എന്ന് പറഞ്ഞാൽ ഇലാഹാക്കാന്ന തഅല്ല, അബദ എന്ന് പറഞ്ഞാൽ തഅല്ലഹ എന്നാണ്. അലിഹ എന്ന് പറഞ്ഞാലോ തഅബ്ബദ എന്നാണ്, അല്ലെങ്കിൽ അബദ എന്നാണ്. ഇതുകൊണ്ട് സംഗതി തീരുവോ? ചക്ക എന്ന് പറഞ്ഞാല് അതിന് ഒരു പേര്, അപ്പേരിനെ പറയുമ്പോ അതിന്റെ അർത്ഥം ചക്ക എന്ന് പറഞ്ഞാൽ ചക്കയും മാങ്ങയും തമ്മിൽ വേർതിരിച്ചറിയണമെങ്കിൽ ഇത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പദം പറയണ്ടേ? തഅല്ലഹ എന്ന അറബി പദം ഇലാഹ് എന്നതിന്റെ അല്ല അബദ എന്നതിന്റെ അർത്ഥമാണ് എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ഇലാഹ് എന്നതിന് ഞാൻ പരിശോധിച്ചിടത്തോളം 8 അർത്ഥമുണ്ട് ഇലാഹ്. അഥവാ 8 പ്രയോഗത്തിലൂടെയാണ് ഏത് പദത്തിൽ നിന്നാണ് ഇലാഹ് എന്ന പദം സ്വീകരിച്ചിട്ടുള്ളത് എന്നത് പണ്ഡിതന്മാരുടെ തർക്കമുള്ളതാണ്. പ്രാമാണികമായ ഏത് തഫ്സീർ ഗ്രന്ഥവും ഭാഷാ ഗ്രന്ഥവും പരിശോധിച്ചാലും അവിടെയൊക്കെയും 8 വഴികളിലൂടെ ഇലാഹ് എന്ന പദം ഇന്ന രീതിയിലാവാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ഒരൊറ്റ ഏതെങ്കിലും ഒരു പദത്തിന് തഅല്ലഹ ഇലാഹാക്കി എന്ന് പറയാന്നല്ലാതെ ഇതിനെ ആരാധിച്ചു എന്നർത്ഥം പറയാൻ പറ്റുമോ എന്നല്ല ചോദ്യം. തഅല്ലഹ മലയാള പദത്തിലെ ആരാധന എന്നതിന് ഒരർത്ഥം പൂജ എന്നാണ്. പൂജ എന്നതിനെന്താ അർത്ഥം? വന്ദനം. മറ്റൊരർത്ഥം സേവ. സേവ എന്നതിന് ഖിദ്മത്ത് എന്നാണ്, ഖദമ. ഈ 2 അർത്ഥവും ഉൾക്കൊള്ളുന്ന പദമാണ് ആരാധന എന്നത്. ഈ ആരാധന എന്നതിന് ഖിദ്മത്ത്, തഅ്ലീം ഈ 2 പദവും ഉൾക്കൊള്ളുന്ന ഇബാദത്ത് എന്നതിന് താഅത്ത് എന്നും ഖുദൂഅ് എന്നും ദുല്ല് അല്ലെങ്കിൽ തദല്ലുൽ എന്നൊക്കെ അർത്ഥം പറഞ്ഞതുപോലെ അറബി ഭാഷയിൽ ഈ 2 സംഗതിയും കൂടി ഉൾക്കൊള്ളുന്ന ഒരു പദം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. എനിക്ക് വിവരം ഇല്ലാഞ്ഞിട്ട്. അതുണ്ടെങ്കിൽ അത് പറയാന്നല്ലാതെ അബദയുടെ അർത്ഥം തഅല്ലഹ എന്നാണെന്ന് പറഞ്ഞാൽ തഅല്ലഹയുടെ അർത്ഥം അബദ എന്നാണെന്ന് ഞാൻ പറയും. ഇതുകൊണ്ട് തർക്കം തീരുമോ? അബദയുടെ അർത്ഥം തഅല്ലഹ എന്നാണ്, തഅല്ലയുടെ അർത്ഥം അബദ എന്നാണ്. ഇപ്പൊ എന്തേ മനസ്സിലായത്? ഇതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള ഈ പ്രശ്നം തീരുന്നില്ല. അപ്പോൾ ലോക മുസ്ലിങ്ങളെ മുശ്രിക്കാക്കി അല്ലെങ്കിൽ അനിസ്ലാമിക ഗവൺമെന്റിനെ അനുസരിച്ചാൽ കാഫിറായി മുശ്രിക്കായി എന്നൊക്കെ മൗദൂദി പറഞ്ഞു. ഇത് മൗദൂദി പറഞ്ഞത് മാത്രം.
ഇവിടെ പറയുന്നുണ്ട്, പിന്നെ ഇവിടെ എഴുതിയിട്ടുള്ളത് ജമാഅത്തെ ഇസ്ലാമി കാർക്കുന്നൽക്ക കേരള മുജാഹിദീൻ കക്കാട് യൂണിറ്റ് എന്നാണ്. ഞങ്ങൾക്ക് ആർക്കും ലോക മുസ്ലിങ്ങൾ ആരും ഈ ഒരു ഇതിനു വേണ്ടിയാണ് വക്കാലത്ത് നിന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അപ്പം ജമാഅത്തെ ഇസ്ലാമിയെ പറയുമ്പോൾ ലോക മുസ്ലിങ്ങൾ മുഴുവൻ ഇത് കേട്ടാ തോന്നുന്ന കക്കാട് പിന്നെ മുജാഹിദ് യൂണിറ്റിന്റെ പക്ഷത്താണ് ലോക മുസ്ലിങ്ങളൊക്കെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല, ആയിക്കോട്ടെ. പക്ഷെ അതുകൊണ്ട് പ്രശ്നം തീരുമോ? ഇവിടെ ഇലാഹ്, ഇബാദത്ത് തുടങ്ങിയുള്ള ഈ പദങ്ങളുടെ അർത്ഥത്തിൽ ഈ ആരാധന എന്ന പദം എങ്ങനെ കടന്നു വന്നു എന്നാണ് എന്റെ ചോദ്യം. പിന്നെ മലയാള ഭാഷയിൽ ആരാധന എന്നതിന് പൂജ, സേവ, ആരാധിക്കുക, പൂജിക്കുക, ഉപചരിക്കുക, പ്രീതിപ്പെടുത്തുക എന്നൊക്കെ അർത്ഥമുണ്ട്. പൂജ എന്ന് പറഞ്ഞതിന് വന്ദനം, ബഹുമാനം, വന്ദനം, ബഹുമാനം, അക്രമ അല്ലെങ്കിൽ അല്ലമ എന്നൊക്കെ പറയാം. വന്ദനം എന്നതിന് നമസ്കാരം, വണക്കം, പൂജിക്കൽ, തൊയൽ എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പൊ ഈ അർത്ഥം പറയാവുന്ന ഒരു പദം അറബി ഭാഷയിൽ ഇബാദത്ത് എന്ന പദത്തിന് പൗരാണിക പണ്ഡിതന്മാർ, അറബി ഭാഷാകാരന്മാർ അറബിയിൽ പറഞ്ഞ അർത്ഥമാണ് എനിക്ക് കിട്ടേണ്ടത്. ഇല്ലെങ്കിൽ മൗദൂദി സാഹിബ് മൂന്നർത്ഥം പറഞ്ഞിട്ടുണ്ടോ? രണ്ടർത്ഥം പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ ഉബൂദിയ്യത്ത് എന്ന അബുദയുടെ മസ്തറായിട്ട് ഇബാദത്ത് വന്നു ഇല്ലാന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഞാൻ പറഞ്ഞു ഇബാദത്ത് അബുദയുടെ മസ്തറിൽ ഇബാദത്ത് ഉണ്ട് എന്ന് ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ സകർമ്മക ക്രിയയായ അബദയിൽ അകർമ്മക ക്രിയയായ അബുദ വരുമ്പോ അബുദയുടെ മസ്തർ ഉണ്ടോ ഇല്ലേ? അതില്ലാന്ന് ആർക്കും നിഷേധിക്കാൻ സാധ്യമല്ലല്ലോ. അപ്പോൾ ഈ സകർമ്മക ക്രിയയിൽ ഉബൂദിയ്യത്ത് എന്ന് പറയുന്ന സംഗതി ഉണ്ട് എന്നും ആ ഉബൂദിയ്യത്ത് അബ്ദിയ്യത്ത്, ഉബൂദിയ്യത്ത്, ഉബൂദത്ത്, ഇബാദത്ത് ഇതിന് അർത്ഥം താഅത്ത് എന്നാണ് എന്നും കാമൂസുൽ മുഅത്ത് പറഞ്ഞിട്ടുണ്ടെന്നും അതിലെ ഉബൂദിയ്യത്ത് എന്ന പദത്തിന് മഹാനായ ഇമാം തബരി, ഇമാം ഖുർത്തുബി ദുല്ലു വൽ ഖുദൂ എന്ന അർത്ഥമെന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ ഈ രണ്ടർത്ഥവും ഇതിലുണ്ടെന്ന് വന്നു. പിന്നുള്ളത് ആരാധനന്റെ കാര്യമാണ്. അതിലാണ് എനിക്ക് സംശയം. മൗദൂദി പറഞ്ഞിട്ടുണ്ട്, പ്രബോധനക്കാരെ എഴുതിയിട്ടുണ്ട്, ഞാനും പറയാറുണ്ട്. നമ്മൾ വിഷയം നിർണയിച്ച് തന്നപ്പോൾ അതിലും എഴുതിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഇങ്ങനെ മൂന്നർത്ഥം പറയുന്നുണ്ട്. ഞാനും പറയാറുണ്ട് ആരാധന. പക്ഷെ ഈ പദം എവിടുന്ന് വന്നു എന്നുള്ള എനിക്ക് പിടുത്തം കിട്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾ ഗവേഷണം നടത്തി ആരും വിവരമുള്ളവർ പറഞ്ഞെന്നാൽ ഞാൻ പരിശോധിക്കാം. എന്നാലും അംഗീകരിക്കുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ താഅത്ത്, ഞാനിവിടെ നേരത്തെ തബരിയുടെ ഉദ്ധരണം ഉദ്ധരിച്ചു. രണ്ട് പ്രയോഗമാണ് അദ്ദേഹം അവിടെ നടത്തിയിട്ടുള്ളത്. അനുസരണയുടെ കാര്യത്തിൽ അള്ളാഹുവിന് അതില്, സമൻ, നിദ്, തുല്യൻ അവരുണ്ടാക്കുന്നത് അല്ല നിരോധിച്ചു എന്നാണ് ഇമാം തബരി പറഞ്ഞത്. ഇയാൾ മുസ്ലിങ്ങളുടെ പക്ഷത്താണോ ജമാഅത്തെ ഇസ്ലാമിയുടെ പക്ഷത്താണോ? തിരിയാഞ്ഞിട്ട് ചോദിക്കാം. ഇമാം തബരി ജമാഅത്തിന്റെ പക്ഷത്തോ പിന്നെ അവർ പറയുന്ന മുസ്ലിങ്ങളുടെ പക്ഷത്താണോ? അതുപോലെ അഫ്രിദു ലി അത്താഅ, എനിക്ക് നിങ്ങൾ താഅത്ത് എനിക്ക് മാത്രമാക്കണം എന്ന് അദ്ദേഹം തുടർന്നും പറയുന്നു. അഫ്രിദു ലി അത്താഅ, അഫ്രിദു അൽ ഇഫ്രാദുൽ മഅബൂദ് ബിത്താഅ, മഅബൂദിന്റെ താഅത്ത് മഅബൂദിന് മാത്രം നൽകുക എന്നതാണ് തൗഹീദ്. അഫ്രിദു ലി അത്താഅ, താഅത്ത് എനിക്ക് മാത്രം നൽകണം. ഇത് മൗദൂദി പറഞ്ഞല്ല, ഇമാം തബരി അദ്ദേഹത്തിന്റെ പിന്നെ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നു, വമൻ അശ്റക ഹാദ ശിർക അശ്റക ഫി താഅത്തി, ഈ ശിർക്കാരെങ്കിലും ചെയ്താൽ അയാൾ താഅത്തിലാണ് ശിർക്ക് വെച്ചിട്ടുള്ളത്, അനുസരണത്തിലാണ് ശിർക്ക്. അപ്പോൾ ഇസ്ലാമിക ഗവൺമെന്റിനെ ഞാൻ അർത്ഥശങ്കക്കിടല്ലാതെ പറയുന്നു, ലോകത്ത് എവിടെയായാലും ആര് തന്നെ ഇസ്ലാമികമല്ലേതരമായ ഒരു ഗവൺമെന്റിന് താഅത്ത് അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടിയ ശിർക്കാണെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതിൽ സംശയം വേണ്ട. ഖുർആൻ ആണയിട്ട് പറഞ്ഞ സംഗതിയാണത്. അത് ശിർക്കാണ്. അത് ചെയ്യുന്ന ആളുകൾ മുശ്രിക്കാവുമല്ലേ? ഞാനിവിടെ വിധി എഴുതാൻ പറഞ്ഞതല്ല. നഹ്നു ഖുലാത്തു ദുആത്തുൻ ലാ ഖുലാത്ത് എന്ന് ഹസൻ ഉലൈബ് പറഞ്ഞിട്ടുണ്ട്. ദുആത്തുൻ ലാ ഖുലാത്ത്, നമ്മൾ പ്രബോധകരാണ്, വിധികർത്താക്കളല്ല. അത് കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടതാണ്. ഇത് ഞാൻ ഒഴിവാക്കണോ വേണ്ടേ? ഇവിടെ താഅത്ത് എന്ന പിന്നെ വാക്കാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഈ താഅത്തിന്റെ അർത്ഥം എന്താണ്? അതാണ് എനിക്ക് മനസ്സിലാവേണ്ടത്. ഖുർആനിലെ 4 സ്ഥലത്താണ് തൗ എന്ന പ്രയോഗം ഉള്ളത്. അതിന്റെ നേർവിപരീതമായി കർഹ് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. താഅത്താവണമെങ്കിൽ മനസ്സാന്നിധ്യത്തോടുകൂടി ഇഷ്ടപ്പെട്ടുകൊണ്ട് അംഗീകരിക്കുമ്പോഴാണ്, പിന്തുടരുമ്പോഴാണ് അത് താഅത്തായിത്തീരുന്നത്. അതാണ് തൗ എന്നതിൽ നിന്നാണ് താഅത്തുണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞു.
അതിന് വിരുദ്ധമായിട്ടുള്ളത് കെറുഹാണ്. എനിക്ക് തീർത്ത് പറയാൻ കഴിയും, ഞാൻ ഇന്ത്യ ഗവൺമെന്റിനെ എന്നെ താഴത്ത് അർപ്പിച്ചിട്ടില്ല. ഭരണഘടന ഞാൻ അംഗീകരിക്കുമ്പോഴും ഞാൻ പറയും ഭരണഘടന ഞങ്ങൾ പൊളിച്ചെഴുതുമെന്ന്. എന്താ അത് വല്ല കുറ്റകരമായ കാര്യമാണ്? ഇന്ത്യയിൽ പൊളിച്ചെഴുതും, കിട്ടിയ പൊളിച്ചെഴുതും, ചോദ്യം ചെയ്യും ഇസ്ലാമിന് വിരുദ്ധമായിട്ടുള്ള സംഗതികൾ ഉണ്ടായാൽ. അപ്പോൾ തആവുനാണ് ഇവിടെ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്, താഅത്തല്ല. താഅത്ത് ഞാൻ എന്തായിരുന്നാലും ജമാഅത്തെ ഇസ്ലാമിക്കാരും ഇന്ത്യ ഗവൺമെന്റിന് അർപ്പിച്ചിട്ടില്ല. ഇസ്ലാം പഠിപ്പിച്ച താഅത്ത് എന്ന സംഗതി ഞങ്ങളാരും ഇന്ത്യ ഗവൺമെന്റ് നൽകിയിട്ടില്ല, നൽകൂല്ല ഇൻഷാ അല്ലാഹ്. വിഷയം അതാണ്. നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ വിഷയം മൗദൂദി സാഹിബ് ഈ സംഗതി മുന്നോട്ട് വെച്ചത് എന്തിനാണെന്നാണ്. അവിടെ ഇബാദത്തിന്റെ അർത്ഥവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ ആശയങ്ങൾ എത്ര കണ്ട് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ പ്രായോഗികമാകും, എത്ര കണ്ട് അത് നിലവിലുള്ള പ്രമാണങ്ങൾക്ക് പൊരുത്തപ്പെടും, എത്ര കണ്ട് അത് ഖുർആനിലെ ആയത്തുകൾക്ക് അനുയോജ്യമായി തീരും, എത്രത്തോളം അത് ഹദീസുകളോട് പൊരുത്തപ്പെടും, ഇതൊക്കെയാണ് നമ്മുടെ വിഷയം. ആ വിഷയത്തിൽ യഥാർത്ഥത്തിൽ അഫിറുലിയത്താ എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ചല്ല ഇവിടെ പ്രശ്നം. അഫിറുലിയത്താ എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് തർക്കിക്കുന്നത് എന്തിന്? വിഷയം അതിന്റെ പ്രായോഗികതയിൽ ഒരു വ്യക്തി ഒരു ഗവൺമെന്റിന് അനുസരിച്ചാൽ അത് ശിർക്കാകില്ല എന്നാണ് വിഷയം. അതിന്റെ മർമ്മം അതാണ്. അനുസരിച്ചാൽ ശിർക്കാകുമോ? അനുസരണ ശിർക്ക്, അങ്ങനെ ഒരു ടെർമിനോളജി തന്നെ ഉണ്ടായില്ലേ, അനുസരണ ശിർക്ക്. ആ അനുസരണ ശിർക്ക് എന്നത് ഒരു സത്യമാണോ, ഒരു വസ്തുതയാണോ? അങ്ങനെ ശിർക്കാകുമോ? പിന്നെ മുഅ്ജം വസീത്ത് പോലുള്ള നിഘണ്ടുക്കൾ ഒന്നുകൂടി പരിശോധിക്കണം. അതെന്താ? അലിഹ എന്ന് പറഞ്ഞ ഇലാഹാക്കി എന്ന് തന്നെയാണ് അർത്ഥം, ആരാധിച്ചു എന്ന അർത്ഥം. ആ അലിഹ ഫുലാനുൻ ഇലാഹത്തൻ എന്നതിന് അബദ എന്ന് തന്നെയാണ് അർത്ഥം പറഞ്ഞിട്ടുള്ളത്. അബദ എന്ന് തന്നെ അർത്ഥം പറഞ്ഞിരിക്കുന്നു അൽ മുഅ്ജം വസീത്തിൽ. അപ്പൊ ഇബാദത്തിന്റെ അർത്ഥം എന്താ? ഇലാഹത്ത് എന്ന്. ആ ഇലാഹത്ത് എന്താ? അലിഹ എന്നതിന്റെ ക്രിയാനാമം മസ്ദർ. അലിഹ യഅലഹു ഇലാഹത്ത്, അബദ യഅബുദു ഇബാദത്ത്. വളരെ കൃത്യമായി മുഅ്ജം വസീത്തിലും അത് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, ഖുർആൻ കി 4 ബുനിയാദി ഇസ്തിലാഹൻ, ഖുർആനിലെ 4 സാങ്കേതിക ശബ്ദങ്ങൾ എന്ന അബുൽ അല മൗദൂദി സാഹിബിന്റെ കൃതിയുടെ മലയാള പരിഭാഷ. അവിടെ പരസ്തിഷ് എന്നാണ് ഉറുദുവിൽ പ്രയോഗിച്ചിട്ടുള്ളത്. പരസ്തിഷ് എന്ന് പ്രയോഗിച്ചിട്ടുള്ള ആ വാക്കിന്റെ അറബി മൂലം തഅല്ലുഹ് എന്ന് തന്നെ അറബിയിൽ പ്രയോഗിച്ചിട്ടുണ്ട്. മൗദൂദി സാഹിബിന്റെ ആ കൃതി അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടപ്പോ പരസ്തിഷ് എന്നതിന് തഅല്ലുഹ് എന്ന് പറഞ്ഞു. അതിനെ മലയാളത്തിലാക്കിയപ്പോൾ ഇബാദത്ത് എന്ന ആ വാക്കിനെ, അല്ലെങ്കിൽ തഅല്ലുഹ് എന്ന വാക്കിനെ ആരാധന എന്ന അർത്ഥത്തിൽ തന്നെ ഹെഡിങ് കൊടുത്ത് IPH പരിഭാഷപ്പെടുത്തുകയും ചെയ്തു. അപ്പൊ ആരാധന എന്ന അർത്ഥം അവര് തന്നെ തഅല്ലുഹിന് അറബിയിൽ തഅല്ലുഹ് എന്ന് പറഞ്ഞതും ഉറുദുവിൽ പരസ്തിഷ് എന്ന് പ്രയോഗിച്ചതുമായ ആ വാക്കിന് മലയാളത്തിൽ ആരാധന എന്ന അർത്ഥം പറഞ്ഞത് ആരാ? IPH. അത് ഏത് ബുക്കിനാ? ഏറ്റവും നിർണായകമായ ഖുർആൻ കി 4 ബുനിയാദി ഇസ്തിലാഹൻ എന്ന കൃതിയിൽ തന്നെ ഹെഡിങ് കൊടുത്തെടുത്ത് തന്നെ അതിന്റെ തലവാചകത്തിൽ തന്നെ ആ അർത്ഥം നൽകി. പിന്നെ എന്താ പ്രശ്നം? പിന്നെ ആരാധന എന്നത് എങ്ങനെ വന്നു എന്ന ഒരു റിസർച്ച് സ്റ്റഡിയാണ്. അതായിക്കോട്ടെ, അതിന് കുഴപ്പമില്ല. പക്ഷേ ആ റിസർച്ച് സ്റ്റഡി താരതമ്യേന മെച്ചപ്പെട്ട നിലയിൽ നടത്തിയതിനാലാകും അത്രത്തോളം റിസർച്ച് ഒന്നും നടത്താതെ മുസ്ലിം ലോകം, കേരളത്തിലെ മുസ്ലിങ്ങൾ മലയാളത്തിൽ ഉപയോഗിച്ചു വന്ന ആരാധന എന്ന അർത്ഥമാണ് താരതമ്യേന കൂടുതൽ അനുയോജ്യം. ഇബാദത്തിന് സമാനമായി ഒരു മലയാള ശബ്ദം തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ഉചിതമായ പദം ആരാധന തന്നെയാണെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് എന്ത് പറയാനുള്ളത്? അത് നമ്മളുടെ വിഷയം ഇതാണ്. ആരാധന എന്ന വാക്കാണ്. ആ ആരാധന ഇബാദത്ത് ചെയ്യുന്നു, ഭരണകൂടത്തിന് ഇബാദത്ത് ചെയ്യുന്നു എന്ന അർത്ഥത്തിൽ ഭരണകൂടത്തിന് ആരാധന എന്ന് പ്രയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഏത് മുസ്ലിമാണ് അങ്ങനെ? ഏത് മുസ്ലിമിനെയാണ് ആ പേരും പറഞ്ഞ് നമുക്ക് മുശ്രിക്കാക്കാനോ കാഫറാക്കാനോ സാധിക്കുക? അനുസരണം എന്ന അർത്ഥം പ്രബോധനം പറഞ്ഞതാ. ആ അനുസരണം എന്ന അർത്ഥം നൽകി മുശ്രിക്കാക്കാൻ പറ്റുമോ എന്നതാണ് പ്രശ്നം. മുശ്രിക്കാണെന്ന് വാദിച്ചു പോയതാണ് ഈ തർക്കത്തിന്റെ കാരണവും. ഇതാണ് നാം ശരിക്കും മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം നോക്കൂ നിങ്ങൾ, ആ വാക്കിന് അള്ളാഹുവിനോടുള്ള അനുസരണത്തിനും ദാസ്യത്തിനും വിധേയമായി മനുഷ്യർ മറ്റു മനുഷ്യരെ അനുസരിക്കുന്നതും അവർക്ക് ദാസ്യം ചെയ്യുന്നതും നിഷിദ്ധമാകുന്നില്ല. അതുകൊണ്ട് ഇബാദത്തിന് അനുസരണമെന്ന് അതിന്റെ കേവലാശയത്തിൽ അർത്ഥം കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞതും അതേ മറുപടിയിൽ തന്നെയാണ് പ്രശ്നവും വീക്ഷണവും.
ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥം കൊടുക്കുന്നത് ശരിയല്ല. അപ്പൊ ഇനി ആരാധന മാത്രമല്ല, ഗവേഷണത്തിൽ അനുസരണവും കൂടി ഉൾപ്പെടുത്തണം. ആരാധന എന്നത് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റും. താരതമ്യേന മെച്ചപ്പെട്ട പദം അതാണെന്ന് ചോദ്യോത്തരത്തിൽ പ്രശ്നവും വീക്ഷണവും പറഞ്ഞപ്പോ അതിന് മറുപടി പറഞ്ഞു. ഇപ്പതാ അനുസരണവുമെന്നും അനുസരണം എന്ന അർത്ഥം പറയാൻ പാടില്ല എന്ന് പറയുന്നു. ശരിയാ, ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥം പറയാൻ പാടില്ലെങ്കിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കണം. എന്തുകൊണ്ടാണ് ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥം അനുയോജ്യമല്ല എന്ന് പ്രബോധനം പറഞ്ഞത്? അത് വിശദീകരിക്കേണ്ടത് ആരാ? അനുയോജ്യമായ ഒരർത്ഥം അനുസരണമല്ല എന്ന് പ്രബോധനം പറഞ്ഞത് വിശദീകരിക്കേണ്ടത് ആരാ? അതിൽ ദുആഇന്റെ സാന്നിധ്യം നമ്മൾ പറഞ്ഞു, ഹദീസിന്റെ കാര്യം പറഞ്ഞു, ആയത്ത് പറഞ്ഞു. പിന്നെ ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ഉടനീളം ഈ ഇലാഹ് റബ്ബ് ഇബാദത്ത് ദീൻ എന്നീ പദങ്ങളുടെ അർത്ഥം ശരിക്ക് തിരിയാത്ത, അത് അജ്ഞാതമായിരുന്ന കുറെ ആളുകൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രമാണമായിട്ട് ഉദ്ധരിക്കാൻ പറ്റുമോ എന്ന് കൂടി ഞാൻ ലളിതമായി ചോദിക്കുകയാണ്. നിങ്ങൾ എങ്ങനെ അതിനെയൊക്കെ പ്രമാണമാക്കും? അതൊക്കെ ഈ പറഞ്ഞ മൗദൂദി സാഹിബ് അറബി ഭാഷാ ധാരണ ഇല്ലാതിരുന്ന നൂറ്റാണ്ടുകൾ എന്ന് എണ്ണിപ്പറഞ്ഞ അങ്ങനെ എണ്ണിപ്പറഞ്ഞതിന്റെ പരിധിയിൽ വരുന്നതല്ലേ? പിന്നെ നിങ്ങൾ നോക്കൂ, ഇബാദത്ത് അതിന് സാധാരണ നിലയിൽ ഇന്ത്യയിൽ ഈ വിവാദം ഉടലെടുത്തപ്പോ ഉണ്ടായ ഒരു പ്രശ്നമുണ്ട്. അതെന്താ? യഥാർത്ഥത്തിൽ ഭരണകൂടത്തെ അനുസരിക്കുന്നവർ, അത് ഇന്ദിരാഗാന്ധിയുടെ പേരാ പറഞ്ഞത്, ഇന്ദിരാഗാന്ധിയുടെ പേര് പറഞ്ഞു. അതായത് ഇന്ദിരാഗാന്ധി കൽപ്പിക്കുന്നതെന്തും ഹലാലും നിരോധിക്കുന്നതെന്തും ഹറാമുമാണെന്ന് ആരും ഒരു മുസ്ലിമും വിശ്വസിക്കുന്നില്ല. മുസ്ലിം വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല പറഞ്ഞത്, മുസ്ലിം വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇന്ദിരാഗാന്ധിയുടെ അനുയായികൾ എന്നല്ല, ഇന്ദിരാഗാന്ധിയുടെ ആരാധകർ പോലും അങ്ങനെ വിശ്വസിക്കുന്നില്ല. എന്ത്? ഇന്ദിരാഗാന്ധി കൽപ്പിക്കുന്നതെന്തും ഹലാലും നിരോധിക്കുന്നതെന്തും കൽപ്പിക്കുന്നതെന്തും ഹലാലും നിരോധിക്കുന്നതെന്തും ഹറാമുമാണെന്ന് അനുയായികൾ എന്നല്ല, ഇന്ദിരാഗാന്ധിയുടെ ആരാധകർ പോലും, അത് കുറച്ച് കടന്നുപോയി, ആരാധകർ പോലും കരുതുന്നില്ല. അപ്പോ ആ ആരാധന എന്ന പ്രയോഗം ആരാധകർ പോലും കരുതാത്തതിന്റെ ആ പ്രയോഗ സവിശേഷത ഈ മമ്മൂട്ടിയുടെ ആരാധകൻ എന്ന് പറയും പോലെ അതാണ്. പക്ഷേ ഇതിന്റെ ആത്മീയമായ അർത്ഥവും ഇതിന്റെ അഭൗതികമായ സങ്കല്പവും ഇതിന്റെ ദുആഇന്റെ സാന്നിധ്യവും എല്ലാം കൂടി ചേർത്ത് വെച്ച് ആരാധന എന്ന മലയാള വാക്കിനോളം ഇതിന് അനുയോജ്യമായ ഇബാദത്തിന് സമാനമായ മലയാള പദം ഇല്ല എന്നത് മുസ്ലിങ്ങൾ ഏറെക്കുറെ സമ്മതിച്ചു പോയിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഇതേപോലെ ഞാൻ ആ വാക്യം നിങ്ങളെ കേൾപ്പിക്കാം. ഇതേപോലെ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ ആരും ഇന്ദിരാഗാന്ധി അനുവദിക്കുന്നത് എന്തും ഹലാലും നിരോധിക്കുന്നത് എന്തും ഹറാമുമാണെന്ന് വിശ്വസിക്കുകയോ നിരുപാധികമായ നിയമനിർമ്മാണത്തിനുള്ള അധികാരം അവർക്ക് വകവെച്ചു കൊടുക്കുകയോ ചെയ്യുന്നില്ല. അവർ നിർമ്മിക്കുന്ന ഏത് നിയമവും ദൈവിക നിയമങ്ങൾ പോലെ ശാശ്വതവും അലംഘനീയവുമാണെന്നും കൂറോടും ഭക്തിയോടും കൂടി എക്കാലത്തും മാറ്റമില്ലാതെ അതനുസരിക്കപ്പെടേണ്ടതാണെന്നും ഒരിക്കലും അതിൽ ഭേദഗതി പാടില്ലെന്നും ഇവിടെയുള്ള അമുസ്ലിങ്ങൾ എന്നല്ല ഇന്ദിരാഗാന്ധിയുടെ ആരാധകർ പോലും വിശ്വസിക്കുന്നില്ല. അതിനാൽ അവരൊന്നും തന്നെ പ്രധാനമന്ത്രിയുടെ നിയമങ്ങൾ പാലിക്കുക വഴി ഇബാദത്ത് ചെയ്യുന്നില്ല. അത് തന്നെ നമ്മുടെ വാദം. ഇബാദത്ത് ചെയ്യുന്നില്ലല്ലോ, കാരണം അവർക്ക് നിരുപാധികമായ തശ്രീഇന്റെ അളവിൽ ഹഖ്ഖു തശ്രീഇ ഉണ്ടല്ലോ, നിയമനിർമ്മാണാവകാശം. ആ നിയമനിർമ്മാണാവകാശം ഇവിടുത്തെ ഭരണാധികാരികൾക്ക് ഈ നാട്ടിലെ ഈ ഇന്ത്യക്കാരായ ആളുകൾ വകവെച്ച് കൊടുക്കുന്നില്ലല്ലോ. അങ്ങനെ കൊടുക്കാത്ത കാലത്തോളം പിന്നെ ശിർക്കാണ് ചെയ്യുന്നത്. ഇന്ത്യൻ ഗവൺമെന്റിനെ അനുസരിക്കുന്നത് ശിർക്കാണ്. അത് ഒരു അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധത്തിന് സമാനമാണ്, ഒരു ആബിദും മഅബൂദും തമ്മിലുള്ള ബന്ധം പോലെ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വലിച്ചു നീട്ടി അങ്ങനെ മുസ്ലിങ്ങളെ ഫലത്തിൽ അവർ ചെയ്യുന്നത് ശിർക്കാണെന്ന് വരുത്തി തീർത്തത് എന്തിനാ നമ്മുടെ ചോദ്യം. അങ്ങനെ ആര് ചെയ്യുന്നില്ലല്ലോ, ചെയ്യുന്നില്ല എന്ന് പറയും തഫ്ഹീമുൽ ഖുർആൻ. നിങ്ങൾ നോക്കണം, പ്രബോധനം 971 ജൂൺ വിമർശിക്കപ്പെട്ട ജമാഅത്തെ ഇസ്ലാമി എന്ന ലേഖനത്തിൽ നിന്നാണ് പ്രബോധനം. അങ്ങനെ ആരും ചെയ്യുന്നില്ല. അപ്പൊ ചെയ്യാത്ത ഒരു കാര്യം, ഇല്ലാത്ത ഒരു സംഗതി വെറുതെ കെട്ടിവെച്ച് ആരോപിച്ച് ആളുകളെ കുഫറും ശിർക്കും ആരോപിച്ച് അങ്ങനെ ആക്ഷേപിക്കേണ്ടതുണ്ടോ എന്ന് തന്നെയാണ് നമ്മുടെ മുമ്പാകെയുള്ള പ്രശ്നം. ഇതാണ് മർമ്മം, അതുമ്മ തന്നെ പറയണം, ഇതാണ് മർമ്മം. അപ്പോ ഇബാദത്ത് എന്നതിന് ഏറ്റവും അനുയോജ്യമായ മലയാള പദം ആരാധന എന്ന് തന്നെയാണെന്ന് പ്രബോധനവും പറയുന്നു, ഞങ്ങളും പറയുന്നു, ഞങ്ങളും അതാ പറയണം. ആരാധന എന്നതാണ് ഏറ്റവും അനുയോജ്യമായ അർത്ഥം. നേരെ മറിച്ച് ഈ അർത്ഥം നിങ്ങൾ പറഞ്ഞ അടിമത്തം എന്ന അർത്ഥവും അനുസരണം എന്ന അർത്ഥവും നിരർത്ഥകമാണ് എന്ന് പറയുന്നത് പ്രബോധനം തന്നെ. അവിടെ നിയമനിർമ്മാണാധികാരം വകവെച്ചു കൊടുത്താൽ
അധികാരം ഹഖുത്ത ശരീഅ് ആർക്ക് വകവെച്ച് കൊടുത്തനുസരിച്ചാലും അങ്ങനെ ഹലാല് ഹറാമാക്കിയാലും ഹറാമ് ഹലാലാക്കിയാലും ഒക്കെ അത് ശിർക്കാകും, കുഫ്റാകും എന്നത് മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്ത കാര്യമാണ്. തർക്കമില്ലാത്ത കാര്യമാണ്. ഇവിടെ വിഷയം അതൊന്നും ഇല്ലല്ലോ, അങ്ങനെയൊന്നും അല്ലല്ലോ, മുസ്ലിങ്ങൾ ഇത് ചെയ്യുന്നുമില്ലല്ലോ, പിന്നെയും എന്തിന് മുസ്ലിങ്ങളുടെ നേർക്ക് ഈ ആരോപണം ഉന്നയിച്ചു? എന്തിന് മൗദൂദി സാഹിബ് ഇലാഹി റബ്ബ് ഇബാദത്ത് ദീൻ എന്ന ഈ പദങ്ങളുടെ സാക്ഷാൽ പൊരുളും വിവക്ഷയും മുസ്ലിം ലോകത്തിന് നൂറ്റാണ്ടുകൾ അജ്ഞാതമായിരുന്നു എന്ന് വരുത്തി തീർത്തു, അങ്ങനെ പറഞ്ഞു പ്രസ്താവിച്ചു. ഇതൊക്കെയാണ് നമ്മുടെ മുമ്പാകെയുള്ള വിഷയം. ഇതുകൊണ്ടുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരുപാട് വിശദാംശങ്ങളിലേക്ക് കടന്നു പോവുകയുണ്ടായി എന്ന് നിങ്ങൾക്കറിയാം. ഇൻഷാ അല്ലാഹ് ആ ഭാഗം വിശദീകരിക്കേണ്ടതുണ്ടെങ്കിൽ വഴി അത് വിശദീകരിക്കും.